Hi all, welcome back to Veranda Race Malayalam YouTube channel. അപ്പോൾ നമ്മൾ എന്താണ് ഹിസ്റ്ററിയുടെ ഒരു സീരീസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാണ്. ഇതിൽ ആദ്യത്തെ പാർട്ടായി ഏൻഷ്യൻ ഹിസ്റ്ററിയുടെ ക്ലാസ്സസ് ആണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ആദ്യത്തെ രണ്ട് പാർട്ടുകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈം ലൈൻ അനുസരിച്ച് ആദ്യത്തെ രണ്ട് പാർട്ടിൽ എന്താണ് സ്റ്റോൺ ഏജ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ, അത് കഴിഞ്ഞിട്ടുള്ള വേദിക് ഏജ് വരെയാണ് നമ്മൾ ഓൾറെഡി ക്ലാസ്സുകൾ എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്ന വേദിക് ഏജ് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം. നിങ്ങൾക്ക് ഇവിടുത്തെ ടെംപ്ലേറ്റ് അല്ലെ PPT കാണുമ്പോൾ മനസ്സിലാവും. അടുത്ത ഇനി എന്തായിരിക്കും ടോപ്പിക്ക്? ജൈനിസം, ബുദ്ധിസം ആണ്. അപ്പോൾ ജൈനിസം ബുദ്ധിസത്തെ പറ്റിയായിരിക്കും നമ്മൾ ഈ ക്ലാസ്സിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ജൈനിസം ബുദ്ധിസം എല്ലാ എക്സാംസിനും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സ് ആണ്. കുറേ ഡൗട്ട്സ് ഒക്കെ വരുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ അതിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് ഈ ക്ലാസ്സിൽ ഡീൽ ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ ഡീപ്പ് ഡൗൺ ആയിട്ട് എന്തൊരു PhD ലെവലിലേക്ക് എന്താണ് ബുദ്ധിസം ജൈനിസത്തെ പറ്റി നമുക്ക് എക്സാമിന് പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണോ എല്ലാവർക്കും അറിയുന്ന ബേസിക് കാര്യങ്ങൾ അത് നമുക്കും അറിഞ്ഞിരിക്കണം. അതായത് നമുക്ക് ഒരു പോയിന്റ് പോലും എന്താണ് ജൈനിസം ബുദ്ധിസത്തിൽ നിന്ന് ബേസിക് ടോപ്പിക്സിൽ നിന്ന് എന്താണ് മിസ് ആവാൻ പാടില്ല. അപ്പോൾ അതായിരിക്കും നമ്മൾ ക്ലാസ് ഡീൽ ചെയ്യുന്നത്. അതിനുമുമ്പ് എന്താണ് ജൈനിസം ബുദ്ധിസം? രണ്ടും എന്താണ് റിലീജിയസ് ഐഡിയാസ് ആണ്. എങ്ങനെയാണ് ജൈനിസം ബുദ്ധിസം ഇന്ത്യയിൽ വരുന്നത്? അപ്പോൾ ഇതിന് തൊട്ടു മുമ്പുള്ള കാലഘട്ടം എന്താണ്? വേദിക് ഏജ് ആണ്. അതായത് വേദങ്ങൾ എഴുതിയ. അപ്പോൾ വേദങ്ങളൊക്കെ എഴുതിയപ്പോൾ ലേറ്റർ വേദിക് ഏജിൽ വന്ന വലിയ മാറ്റം എന്താണെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ലേറ്റർ വേദിക് ഏജിലാണ് ഇന്ത്യയിൽ എന്ത് വരുന്നത്? കാസ്റ്റ് സിസ്റ്റം വരുന്നത്. അഥവാ എന്താണ് ചാതുർവർണ്ണ്യം, ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്, അങ്ങനെ ഒരു കാസ്റ്റ് സിസ്റ്റം വരികയും ആർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടി? ബ്രാഹ്മിൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടി. അതായത് എല്ലാ റിച്വൽസിലും എന്താണ് ബ്രാഹ്മിൻസ്. അപ്പോൾ എന്താണ് അവർക്ക് കുറച്ച് എന്താണ് സൊസൈറ്റിയിൽ കുറച്ച് അപ്പർ പൊസിഷൻ കിട്ടി. ഇത് നോർമലി ആർക്കത്ര ഇഷ്ടമായി കാണത്തില്ല. ക്ഷത്രിയാസിന്, വൈശ്യാസിന്, ശൂദ്രാസിനെ സംബന്ധിച്ച് ഒരു കാസ്റ്റിന് മാത്രം ഉയർന്നു നിൽക്കുന്നു, അവർക്ക് മാത്രം ഒരു ഡൊമിനൻസ് വരുമ്പോൾ ബാക്കിയുള്ള കാസ്റ്റുകൾക്ക് എന്താണ് അത് അത്ര ഇഷ്ടപ്പെടുന്ന വരില്ല. അപ്പോൾ ജൈനിസം ബുദ്ധിസത്തിന്റെ മെയിൻ ഒരു കാരണമായിട്ട് പറയുന്നത് എന്താണ്? വേദിക് കാലഘട്ടത്തിലെ ബ്രാഹ്മണിക്കൽ ഡൊമിനൻസ്. ഈ ബ്രാഹ്മണിക്കൽ ഡൊമിനൻസിന് എതിരെ വന്ന രണ്ട് റിലീജിയസ് ഐഡിയാസ് ആണ് ജൈനിസം, ബുദ്ധിസം. ഇത് നമുക്ക് എന്താണ് കൃത്യമായിട്ട് ഇതിനെതിരെ തന്നെ വന്നാണെന്ന് പറയാൻ പറ്റില്ല. കൂടുതലും നമ്മൾ എന്താണ് തെളിവുകൾ വെച്ചിട്ട് ഇതിനെതിരെ ഉരുത്തിരിഞ്ഞ് വന്ന റിലീജിയസ് ഐഡിയാസ് ആവാനാണ് സാധ്യത എന്നാണ് എന്ത് പറയുന്നത്? ജൈനിസവും ബുദ്ധിസം. അപ്പോൾ ആദ്യം വരുന്ന റിലീജിയൻ എന്താണ്? ജൈനിസം. അത് കഴിഞ്ഞാണ് ബുദ്ധിസം വരുന്നത്. അപ്പോൾ രണ്ടിലും നിങ്ങൾ നേരത്തോട്ട് കേട്ടിട്ടുള്ള പോലെ ജൈനിസത്തിലും ബുദ്ധിസത്തിലും നിങ്ങൾക്ക് രണ്ട് ലീഡേഴ്സിന്റെ പേര് അറിയായിരിക്കും. ജൈനിസത്തിലാണെങ്കിൽ ആരാണ്? മഹാവീരനാണ്. ബുദ്ധിസത്തിലാണെങ്കിൽ ആരാണ്? ഗൗതമ ബുദ്ധനാണ്. ഇവർ രണ്ടുപേരും കണ്ടംപററീസ് ആണ്. ഏകദേശം ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. പക്ഷെ എന്താണ് ജൈനിസമാണ് ആദ്യം വന്നത്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? ബുദ്ധിസം വരുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ ഒരു ഓൾഡസ്റ്റ് റിലീജിയൻ ഏതാന്ന് പറയാം? ജൈനിസം എന്ന് പറയാം. അപ്പോൾ ഇവർ ഈ ലീഡേഴ്സ് രണ്ടുപേരുടെ എന്താണ് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? രണ്ടുപേരും 29-30 വയസ്സുള്ളപ്പോഴത്തേന് രണ്ടുപേരും ക്ഷത്രിയന്മാരായിരുന്നു. നോക്കണം, ജൈനിസം ബുദ്ധിസത്തിൽ നിങ്ങൾക്ക് ബ്രാഹ്മിൻസിനെ കാണുന്ന സാധ്യത വളരെ കുറവാണ്. കാരണം അതുകൊണ്ടാണ് നമ്മൾ എന്തൊരു തിയറി എടുത്തത്? ബ്രാഹ്മിൻസിന്റെ ഡൊമിനൻസിനെതിരെ വന്ന റിലീജിയസ് ഐഡിയാസ് ആണ് എടുത്തത്. കാരണം ഇതെന്താണ് ഫൗണ്ട് ചെയ്തേക്കുന്ന രണ്ടുപേരും ക്ഷത്രിയാസ് ആണ്. ഇത് കൂടുതലും ഫോളോ ചെയ്ത ആൾക്കാർ വൈശ്യാസുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബ്രാഹ്മണിക്കൽ ഡൊമിനൻസിന് എതിരെ വന്ന റിലീജിയസ് ഐഡിയാസ് ആണ് എന്ത്? ജൈനിസം, ബുദ്ധിസം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ജൈനിസം. അപ്പോൾ ജൈനിസം എന്ന് പറയുന്ന ഒരു റിലീജിയസ് ഐഡിയ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആരാണ്? വർദ്ധമാന മഹാവീരനെയാണ്. എന്ന് വെച്ചാൽ വർദ്ധമാന മഹാവീരനാണോ ജൈനിസത്തിന്റെ ഫൗണ്ടർ? ഒരിക്കലും അല്ല. ജൈനിസത്തിന് ആക്ച്വലി അവരുടെ ഒരു ഐഡിയോളജി സ്പ്രെഡ് ചെയ്യുന്നതിന് 24 ടീച്ചർമാരുണ്ടായിരുന്നു. ആ 24 ടീച്ചർമാരെ നമ്മൾ 24 തീർത്ഥങ്കരാസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ ടീച്ചർ അല്ലെ ഫസ്റ്റ് തീർത്ഥങ്കരയായ ഋഷഭദേവയാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? ജൈനിസം കണ്ടുപിടിക്കുന്നത്. ഈ മഹാവീരൻ അപ്പോൾ ആരാണ്? 24ാമത്തെ തീർത്ഥങ്കര അല്ലെ 24ാമത്തെ ടീച്ചറാണ് ആര്? മഹാവീരൻ. പക്ഷെ ജൈനിസം ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആയതും ഏറ്റവും കൂടുതൽ അതിൻ്റെ ഐഡിയോളജി അതിൻ്റെ സെനിത്തിലെത്തിയ കാലഘട്ടം ആരുടെ കാലഘട്ടമാണ്? മഹാവീരന്റെ കാലഘട്ടമാണ്. അതുകൊണ്ടാണ് കൂടുതലും എന്താണ് മഹാവീരനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ജൈനിസം പറയുന്നത്. നമുക്ക് ആദ്യത്തെ ഇത് നോക്കാം. ജൈനിസം ബുദ്ധിസത്തിൽ ആദ്യം വന്ന ജൈനിസത്തെ പറ്റിയാണ് എന്താ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ജൈനിസത്തിന്റെ ഫൗണ്ടർ അല്ലെ ജൈനിസത്തിലെ ആദ്യത്തെ തീർത്ഥങ്കര എന്ന് പറയുന്ന ആരാണ്? ഋഷഭനാഥന അല്ലെങ്കിൽ ഋഷഭദേവ എന്ന് പറയും. അപ്പൊ ജൈനിസത്തിന്റെ ഫൗണ്ടർ ആരാണെന്നാണ് പറയുന്നത്? ഋഷഭദേവയാണ്. ഇനി 24 ടീച്ചേഴ്സ് ഉണ്ട്. അതിനർത്ഥം നമ്മൾ 24 പേരുടെ പേരും കാണാതെ പഠിക്കുക എന്താണ് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പേരുടെ പേരുകളാണ് പഠിക്കേണ്ടത്. അതിൽ ആദ്യത്തേത് നമ്മൾ പറഞ്ഞു ഫൗണ്ടറായ ഋഷഭനാഥ്, അല്ലെങ്കിൽ ചില ബുക്കുകൾ എന്താണ് ഋഷഭദേവ എന്നും പറയാറുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 23ാമത്തെ തീർത്ഥങ്കരയായ പാർശ്വനാഥാണ്. പാർശ്വനാഥ്. ഇനി ലാസ്റ്റിൽ നമുക്ക് 24ാമത്തെ അല്ലെങ്കിൽ ജൈനിസം ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ടത് ആരുടെ കാലഘട്ടത്തിലാണ്? വർത്തമാന മഹാവീരന്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജൈനിസത്തിൽ ഒരു തീർത്ഥങ്കരയെ പറ്റി പഠിക്കണമെങ്കിൽ അത് ആരാണ്? വർത്തമാന മഹാവീരനാണ്. ഇനി വർത്തമാന മഹാവീരന്റെ ജീവിതം അല്ലെങ്കിൽ അദ്ദേഹത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്.
അപ്പോൾ അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? വൈശാലിയിലെ കുണ്ടഗ്രാമത്തിലാണ് ജനിച്ചത്. 540 BC-യിലാണ് ജനിക്കുന്നത്. ചൈൽഡ്ഹുഡിലെ പേരെന്തായിരുന്നു? വർദ്ധമാന എന്നായിരുന്നു. അദ്ദേഹം ഇപ്പം എന്താണ്, നിങ്ങൾ മഹാവീരനെ നോക്കുകയാണെങ്കിലും ഗൗതമ ബുദ്ധനെ നോക്കുകയാണെങ്കിലും രണ്ടുപേരും ഏത് ക്ലാനിൽ നിന്ന് വരുന്നതാണ്? രണ്ടുപേരും ക്ഷത്രിയന്മാരാണ്. അപ്പോൾ ചൈൽഡ്ഹുഡിലെ അദ്ദേഹത്തിന്റെ പേരെന്താണ്? വർദ്ധമാൻ എന്നായിരുന്നു. ബിലോങ് ചെയ്ത ക്ലാൻ ക്ഷത്രിയ ക്ലാൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഫാദറിന്റെ പേരെന്താണ്? സിദ്ധാർത്ഥ. മദർ എന്താണ്? ത്രിശല. വൈഫ് യശോദ. ഡോട്ടർ എന്താണ്? അന്നോജ പ്രിയദർശിനി. അപ്പൊ ഇവരുടെ എന്താണ്? രാജകുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ് മഹാവീരനും ബുദ്ധനും. അപ്പൊ മഹാവീരൻ എന്താണ്? 30 വയസ്സ് വരെ എന്താണ്? മകളുണ്ട്, ഭാര്യയുണ്ട്. 30 വയസ്സാകുമ്പോഴത്തേന് അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? രണ്ടുപേരും മഹാവീരനാണെങ്കിലും ബുദ്ധനാണെങ്കിലും 29-30 വയസ്സാകുമ്പോഴത്തേന് ഇവരെന്താണ്? ആൾക്കാരുടെ കഷ്ടപ്പാടുകൾ കാണാണ്. കുറെ ആൾക്കാർക്ക് എന്താണ്? സഫറിങ്സ് ആണ്. കുറെ ആൾക്കാർക്ക് വിഷമമാണ്. എന്താണ് ഇവരുടെയൊക്കെ സഫറിങ്സിന് കാരണം, അല്ലെങ്കിൽ എന്താണ് ഇവരുടെയൊക്കെ വിഷമങ്ങൾക്ക് കാരണം? ഇതിനുള്ള എന്താണ് ആൻസർ തേടി രണ്ടുപേരും എന്താണ്? വീട് വിട്ടിറങ്ങാണ്. അങ്ങനെ മഹാവീരന് 30 വയസ്സാകുമ്പോൾ എന്താണ്? എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഇത്രയും കഷ്ടപ്പാടുകൾ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും വിഷമങ്ങൾ? എല്ലാവർക്കും എന്നും ദുരിതങ്ങളാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും എന്നും വിഷമങ്ങളാണ്. അതിനൊക്കെ എന്താണ് ഒരു പരിഹാരം? ആ ഒരു പരിഹാരം തേടി എന്താണ് മഹാവീരന് 30 വയസ്സാകുമ്പോഴത്തേന് എന്താണ്? വീട് വിട്ടിറങ്ങും. 30 വയസ്സിൽ വീട് വിട്ടിറങ്ങി എല്ലാം ഉപേക്ഷിച്ച് എന്താണ്? ഒരു സന്യാസിയെ പോലെ വീട് വിട്ടിറങ്ങിയിട്ട് അദ്ദേഹം ഒരു 12 വർഷം തപസ് ചെയ്യും. 12 വർഷം തപസ് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് എന്ത് ജ്ഞാനം കിട്ടുന്നത്? കൈവല്യം കിട്ടുന്നത്, അല്ലെങ്കിൽ സുപ്രീം നോളജ് എന്ന് പറയും. അതെന്താണ് ഉദ്ദേശിച്ചത്? സുപ്രീം നോളജ് എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഈ ഒരു സ്റ്റേജിൽ 12 വർഷം കഴിഞ്ഞാൽ കൈവല്യം കിട്ടിയപ്പോൾ മനസ്സിലായി എന്താണ് ആൾക്കാരുടെ ദുഃഖത്തിന് കാരണം, എങ്ങനെ ആ ദുഃഖങ്ങൾ മാറ്റാൻ പറ്റും. അതാണ് കൈവല്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അറ്റ് ദി ഏജ് ഓഫ് 30 വർദ്ധമാന റിനൗൺസ് ഹിസ് ഹോം. അപ്പൊ ഇതിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം, മഹാവീരൻ എത്ര വർഷത്തെ തപസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് കൈവല്യം കിട്ടിയത്, അല്ലെങ്കിൽ ആ ഒരു എൻലൈറ്റ്മെന്റ് അദ്ദേഹത്തിന് കിട്ടിയത് എത്ര വർഷത്തെ തപസ്സിന് ശേഷമാണ്? ആൻസർ വരുന്നത് എന്താണ്? 12 years ആണ്. 12 വീട് വിട്ട് 12 വർഷം കഴിഞ്ഞപ്പോൾ അറ്റ് ദി ഏജ് ഓഫ് 42 42ാമത്തെ വയസ്സിലാണ് എന്ത്? അദ്ദേഹത്തിന് കൈവല്യം, അല്ലെങ്കിൽ സുപ്രീം നോളജ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ആൾക്കാരുടെ കഷ്ടപ്പാടിനുള്ള കാരണം അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പൊ മഹാവീരന്റെ ആദ്യത്തെ ശിഷ്യൻ എന്ന് പറയുന്ന ആരാണ്? ജമാലിയാണ്. ആരാണ് ഈ ജമാലി? ഈ ജമാലി എന്ന് പറയുന്നത് മഹാവീരന്റെ മരുമകനാണ്, സൺ ഇൻ ലോ. ഓക്കെ, ഇനി ജൈനിസം ബുദ്ധിസം രണ്ടും നോക്കിയാൽ ഇത് ആർക്ക് വേണ്ടിയുള്ളതാണ്? സാധാരണ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള, കോമൺ പീപ്പിൾ. നിങ്ങൾ വേദിക് കാലഘട്ടം നോക്കിയാൽ ഭാഷ എന്താണ്? വേദങ്ങളെല്ലാം വേദിക് സാൻസ്ക്രിറ്റിലാണ് എഴുതിയത്. അതുകൊണ്ട് തന്നെ ബുദ്ധിസം ജൈനിസം എന്താണ്? ആ ഒരു ഭാഷയല്ല ഫോളോ ചെയ്യുന്നത്. അവർ കോമൺ പീപ്പിളിന്, സാധാരണക്കാർക്ക് അന്ന് മനസ്സിലാകുന്ന ഭാഷ ഏതാണ്? പ്രാകൃത് ആണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ജൈനിസത്തിലെ ഭാഷ ഏതാണ്? പ്രാകൃത് ആണ്. ഹി വാസ് കണ്ടംപററി ടു ബിംബിസാര എന്ന് വെച്ചാൽ ബിംബിസാര ഹര്യങ്ക ഡൈനാസ്റ്റി വരുന്ന ഒരു രാജാവാണ്. ആ രാജാവിന്റെ കാലഘട്ടത്തിലാണ് ആര് ജീവിച്ചിരുന്നത്? മഹാവീരനും ബുദ്ധനും രണ്ടുപേരും ജീവിച്ചിരുന്നത്. ഇനി പറയുന്നത് അറ്റൈൻമെന്റ് ഓഫ് നോളജ്, അതായത് ഈ 12 വർഷം കഴിഞ്ഞിട്ട് എവിടെ വെച്ചാണ് മഹാവീരന് ആ ഒരു സുപ്രീം നോളജ് കിട്ടുന്നതെന്നാണ്. എവിടെ വെച്ചാണ്? ഒരു ഋജുപാലിക നദിയുടെ തീരത്ത് സാൾട്ട് ട്രീയുടെ അണ്ടറിൽ എവിടാണ്? ജിംഭിഗ്രാമ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് എന്ത്? മഹാവീരന് ആ ഒരു സുപ്രീം നോളജ് കിട്ടുന്നത്. ആ ഒരു സുപ്രീം നോളജ് കിട്ടുകയും അദ്ദേഹത്തിന് എന്താണ്? ഈ വിഷമങ്ങളുടെ കാരണം മനസ്സിലാവുകയും അദ്ദേഹം എന്താണ്? ജൈനിസത്തിന്റെ കുറേ ടീച്ചിങ്സ്, ആ ഒരു നോളജ് കിട്ടിയതിന് ശേഷം പല പല സെർമൺസ് നടത്തും. നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് സെർമൺ എന്നുള്ള പേര് കേൾക്കും. എന്താണ് സെർമൺ? ബുദ്ധന്റെ ആദ്യത്തെ സെർമൺ കേൾക്കാം. മഹാവീരൻ കുറേ സെർമൺ. കുറേ പേർക്കുള്ള ഡൗട്ടാണ് എന്താണ് സെർമൺ. സെർമൺ എന്ന് വെച്ചാൽ പ്രസംഗം എന്ന് പറയും. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രസംഗം. എന്ത് പ്രസംഗം? എന്താണോ അവർ മനസ്സിലാക്കിയത്, ആ മനസ്സിലാക്കിയ ഐഡിയ ആളുകളിലേക്ക് എത്താൻ അവരെന്താണ്? ഒരു കൂട്ടായ്മ വെക്കുകയും അവിടെ വെച്ച് ഐഡിയ പറയുന്നതുമാണ് എന്ത്? സെർമൺ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? മഹാവീരന് ഈ 42ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് കിട്ടിയ ബോധോദയം, അല്ലെങ്കിൽ ആ എൻലൈറ്റ്മെന്റിൽ അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണ്? അദ്ദേഹം മറ്റുള്ള ശിഷ്യന്മാരിലേക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ പറഞ്ഞ അറിവ് വെച്ചിട്ട് എന്താണ്? ആ ശിഷ്യന്മാരാണ് പിന്നീട് ജൈനിസം റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകളൊക്കെ രചിക്കുന്നത്. അപ്പൊ മഹാവീരന് ഈ അറിവുകൾ 42ാമത്തെ വയസ്സിൽ മനസ്സിലാക്കി. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? മരിക്കുന്നത് വരെ ഈ അറിവുകൾ, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ ജീവിക്കണം, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്തൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം, ഈ അറിവുകളൊക്കെ എന്താണ്? അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിലേക്കും സാധാരണ ജനങ്ങളിലേക്കും എത്തിക്കുകയാണ്. ഏത്? അദ്ദേഹത്തിന്റെ മരണം വരെ എന്താണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി. അദ്ദേഹം മരിക്കുന്ന എപ്പോഴാണ്? 72ാമത്തെ വയസ്സിൽ
468 BC പവപുരിയിൽ വെച്ചിട്ടാണ്, ബീഹാറിലെ പവപുരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് മരിക്കുന്നത്. ഏത് സ്ഥലത്ത്? ഇപ്പൊ ബുദ്ധനാണേലും മഹാവീരനാണേലും ജനിച്ച സ്ഥലം, അവർക്ക് ആദ്യമായിട്ട് എൻലൈറ്റ്മെന്റ് കിട്ടിയ സ്ഥലം, എവിടെയാണ് അവർ മരിച്ചത്, ഇത്രയും ഇമ്പോർട്ടൻ്റ്. അപ്പൊ മഹാവീരനെ പറ്റി ജനിച്ച സ്ഥലം നമ്മൾ നോക്കിയായിരുന്നു. ഇനി എന്താണ്, അദ്ദേഹത്തിന് എൻലൈറ്റ്മെന്റ് കിട്ടിയത് എവിടെയാണ്? ജിംഭിഗ്രാമയിലാണ്. എവിടെ വെച്ചാണ് മരിക്കുന്നത്? പവപുരിയിൽ വെച്ചിട്ടാണ് മരിക്കുന്നത്. ഇനി ജൈനിസത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ടീച്ചിങ്സ് ആണ് എന്തെന്ന് പറയുന്നത് ത്രിരത്ന അല്ലെങ്കിൽ 3 jewels, 3 novels എന്ന് പറയും. അപ്പോൾ എന്താണ്, ജൈനിസത്തിന്റെ എല്ലാ സന്യാസിമാരും ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും പാലിക്കും. ഇപ്പം നിങ്ങളൊരു ജൈനിസം ഫോളോവർ ആണ്, നാളെ തൊട്ട് നിങ്ങളൊരു ജൈനിസം ഫോളോവർ ആണെങ്കിൽ ആദ്യം നിങ്ങൾ പാലിക്കേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ത്രിരത്ന എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. അതിൽ നമ്മൾ എന്താണ്, അതിൽ ആ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ സാമ്യക ദർശൻ, സാമ്യക ജ്ഞാൻ, സാമ്യക ആചാരം. നിങ്ങൾ ഈ ഒരു കോഡ് ഓർത്താൽ മതി, KFC. 3 jewels നമുക്ക് KFC എന്ന് ഓർക്കാം. ഇതിൽ K എന്താണ്? നോളജ്. F എന്താണ്? ഫെയ്ത്ത്. C എന്താണ്? കോഡ് ഓഫ് കണ്ടക്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്? K എന്താണ്? റൈറ്റ് നോളജ്, ശരിയായിട്ടുള്ള അറിവ് വേണം. ഒരു കാര്യത്തെ പറ്റി എന്താണ്, നമുക്ക് പകുതി അറിവ്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഒന്നിനെ പറ്റി ഒന്നും അറിയാതിരിക്കണം, അല്ലെങ്കിൽ ഒരു കാര്യത്തെ പറ്റി പൂർണ്ണമായ അറിവ് വേണം. അപ്പോൾ ശരിയായ അറിവ്. രണ്ടാമത്തേത് ശരിയായ വിശ്വാസം. മൂന്നാമത്തേത് ശരിയായ പ്രവൃത്തി. എന്താണ്? റൈറ്റ് ആക്ഷൻ അല്ലെ റൈറ്റ് കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയും. ഈ 3 കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ എന്താണ്, ഒരു ജെയിൻ മോങ് ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു നല്ല ജീവിതം ജീവിക്കണമെങ്കിലും നമ്മൾ മെയിനായിട്ട് ഫോളോ ചെയ്യേണ്ട 3 കാര്യങ്ങൾ ഇതൊക്കെയാണെന്നാണ് ഏത് റിലീജിയൻ പറയുന്നത്? ജൈനിസം പറയുന്നത്. അതാണ് ജൈനിസത്തിന്റെ ത്രിരത്ന അല്ലെങ്കിൽ 3 novels എന്ന് പറയുന്നത്. അപ്പോൾ ബിംബിസാര ആരുടെ കണ്ടംപ്രതിയാണെന്നാണ് എക്സ്ട്രാ കൊടുത്തേക്കുന്നത്? മഹാവീരന്റെ, ബുദ്ധന്റെ കണ്ടംപ്രതി. അത് നമ്മൾ ബിംബിസാരയൊക്കെ പ്രീ മൗര്യൻ ഡൈനാസ്റ്റി വരുന്ന ഡൈനാസ്റ്റിക്സ് ആ ക്ലാസ് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതാണ്. അപ്പോൾ ജൈനിസത്തിന്റെ ത്രിരത്ന എന്താണ്? KFC ആണ്, നോളജ്, ഫെയ്ത്ത്, കോഡ് ഓഫ് കണ്ടക്ട്. ഇനി ഇതിൻ്റെ 5 മെയിൻ ടീച്ചിങ്സ് എന്ന് വെച്ചാൽ ജൈനിസം മുന്നോട്ട് വെക്കുന്ന 5 പ്രധാനപ്പെട്ട പാഠങ്ങൾ എന്താണ് എന്ന് വെച്ചാൽ നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. ആ 5 കാര്യങ്ങൾ എന്താണ്? അതിൽ ആദ്യം വരുന്നതാണ് അഹിംസ. നിങ്ങൾക്കറിയാം, അഹിംസ നമ്മളെന്താണ്, നോൺ വയലൻസ്. മഹാത്മാഗാന്ധിയുടെ കാലഘട്ടം തൊട്ടാണ് കുറച്ചുകൂടെ എന്താണ് ഫേമസ് ആയി തുടങ്ങി. അത് വെച്ചാൽ ഒരു ജീവിയെ പോലും ഉപദ്രവിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ മഹാത്മാഗാന്ധിയുടെ അഹിംസ പോലെയല്ല എന്താണ് ജൈനിസത്തിലെ അഹിംസ വരുന്നത്. അപ്പോൾ ജൈനിസത്തിലെ അഹിംസ എന്ന് പറയുന്നത് ആരെയും ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞാൽ ജൈനന്മാർ എന്താണ് പറയുന്നത്? നമ്മളെന്താണ് അമർത്തി ഒന്ന് ഭൂമിയിൽ ചവിട്ടിയാൽ ആ ഭൂമി ദേവിക്ക് വേദനിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പം എന്താണ് മണ്ണിൽ കൂടെ നടക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെറിയ ചെറിയ ഉറുമ്പിൻ്റെ മേളിൽ കൂടെ ആയിരിക്കും നടക്കുന്നത്, അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രാണികളുടെ മേളിൽ കൂടെ ആയിരിക്കും നടക്കുന്നത്. അതുപോലും പാടില്ലെന്നാണ് എന്ത് പറയുന്നത്? ജൈനന്മാർ പറയുന്നത്. അപ്പോൾ ജൈനന്മാർ എന്താണ് ഒരു കാലഘട്ടത്തിൽ അവർ നടക്കുന്നതിന് ഫ്രണ്ടിൽ എന്താണ് ജസ്റ്റ് ഒന്ന് തുവാലയിട്ട് തൂക്കും, അവിടെ എന്തെങ്കിലും ജീവികളുണ്ടെങ്കിൽ അത് മാറി, എന്നിട്ട് മാത്രമേ നടക്കത്തുള്ളൂ. അത്രയും തീവ്രമായ രീതിയിൽ എന്താണ് അഹിംസ ഫോളോ ചെയ്ത ആൾക്കാരാണ് ജൈനന്മാർ. രണ്ടാമത്തെ നോൺ ലൈങ്, ഒരിക്കലും കള്ളം പറയാതിരിക്കുക. മൂന്നെന്താണ് നോൺ സ്റ്റീലിംഗ്, ആരുടെയും ഒന്നും അടിച്ചു മാറ്റാതിരിക്കുക. 4 നോൺ പൊസഷൻ അല്ലെങ്കിൽ അപരിഗ്രഹ എന്ന് പറയും. അതായത് ഒന്നിനോട് ഒരു അറ്റാച്ച്മെന്റ് കൂടുതൽ വെക്കാതിരിക്കുക, ഒന്നിനോട് ഒരു വേൾഡ്ലി ഒരു സുഖങ്ങളോടും കൂടുതൽ അറ്റാച്ച്മെന്റ് വെക്കാതിരിക്കുക. 4ാമത്തെ എന്താണ് ബ്രഹ്മചര്യാണ്. അപ്പം ഇതിൽ മെയിനായിട്ട് ഓർക്കേണ്ടത് ആദ്യത്തെ 4 എണ്ണം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? 23ാമത്തെ തീർത്ഥങ്കരയായ പാർശ്വനാഥാണ്. പാർശ്വനാഥ് എന്താണ് ജൈനിസത്തിന്റെ 23ാമത്തെ തീർത്ഥങ്കരനാണ്. ലാസ്റ്റ് 5ാമത്തെ ടീച്ചിങ്സ് ആയ ബ്രഹ്മചര്യ ആഡ് ചെയ്യുന്ന ആരാണ്? മഹാവീരനാണ്. അപ്പോൾ ബ്രഹ്മചര്യ ആഡ് ചെയ്യുന്ന ആരാണ്? മഹാവീരനാണ്. ആദ്യത്തെ 4 ടീച്ചിങ്സും ആഡ് ചെയ്യുന്ന ആരാണ്? പാർശ്വനാഥ്, 23ാമത്തെ ടീച്ചറായ പാർശ്വനാഥ്. അപ്പോൾ ഇത് 5 എണ്ണമാണ് ജൈനിസത്തിന്റെ 5 ടീച്ചിങ്സ്. അപ്പോൾ ജൈനിസത്തിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് 2 സെറ്റ് കാര്യങ്ങളാണ്. ആദ്യം വരുന്നത് 3 jewels, അതെന്താണ് KFC ആണ്. അടുത്ത വരുന്നത് 5 മെയിൻ ടീച്ചിങ്സ്, അതെന്തൊക്കെയാണ്? അത് പക്ഷേ ജൈനിസം വെച്ച് നോക്കുമ്പോൾ ഭയങ്കര തീവ്രമായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത രീതിയിലാണ് അവരത് ഫോളോ ചെയ്തത്. 5 മെയിൻ ടീച്ചിങ്സ് വരുമ്പോൾ ആദ്യത്തെ 4 ടീച്ചിങ്സ് ആരാണ്? പാർശ്വനാഥും. അവസാനത്തെ എന്താണ് ടീച്ചിങ് ആയ ബ്രഹ്മചര്യ ആഡ് ചെയ്യുന്ന ആരാണ്? മഹാവീരനുമാണ്. ഇപ്പം നിങ്ങൾ ഇതിൽ തന്നെ നോക്കിയാൽ പറയും ഇത്രയും തീവ്രമായി ഇപ്പോൾ ബ്രഹ്മചര്യ അല്ലെങ്കിൽ അഹിംസയൊക്കെ അത്രയും തീവ്രമായിട്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് അത്ര എളുപ്പത്തിൽ ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു റിലീജിയൻ ആയിരുന്നില്ല ജൈനിസം. എന്ന് വെച്ചാൽ ജൈനിസത്തിൽ കൂടുതലും ഫോളോവേഴ്സ് വ്യാപാരികളായിരുന്നു. ഒരിക്കലും എന്താണ് ഒരു ഫാർമറിന് എന്ത് ഫോളോ ചെയ്യാൻ പറ്റിയില്ല, ജൈനിസം ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പം നിങ്ങളൊരു കൃഷിക്കാരനാണെങ്കിൽ നിങ്ങളെന്താണ് ഒരു നിലമൊഴിക്കുമ്പോൾ എന്താണ് എന്തെങ്കിലും ചെറിയ ചെറിയ ജീവികൾ മരിക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു എന്താണ് ആനിമലിനെ ഉപയോഗിച്ചിട്ടായിരിക്കും എന്ത് ആ കൃഷി ചെയ്യുന്നത്. അതായത് ഒരു ആനിമലിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വയലൻസ്
ഇമ്പോർട്ടൻസ് ആണത്. ഇപ്പോൾ കൃഷിക്കാർക്ക് അല്ലെങ്കിൽ സാധാരണ ആൾക്കാർക്ക് എന്താണ് ഇത്രയും തീവ്രമായ എക്സ്ട്രീം ആയിട്ടുള്ള റൂൾസ് ആയതുകൊണ്ട് ജൈനിസം ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വരാന്ത റേസിൽ നിങ്ങൾക്കറിയാം കുറേ ബാങ്കിങ് എക്സാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം പലർക്കും പല ഡൗട്ടുകൾ കാണും, ഏതൊക്കെ എക്സാംസ് ആണ്, അല്ലെ ബാങ്കിങ് എക്സാംസിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സ് ആണ്, കറണ്ട് അഫയേഴ്സ് ഏത് രീതിയിലാണ് ചോദിക്കുന്നത്, അങ്ങനെ കുറേ ഡൗട്ട് കാണും. അപ്പോൾ ഈ ഡൗട്ടുകൾക്കൊക്കെ എന്താണ് നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടാൻ വേണ്ടി നമ്മളൊരു ബാങ്കിങ് വെബിനാർ, ഫ്രീ ആയിട്ടൊരു ബാങ്കിങ് വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒക്ടോബർ 24-നാണ് സൂം മീറ്റിംഗ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും എന്താണ് വൈകിട്ട് 7 മണിക്കാണ് സെഷന്. പ്രണവ് സാറാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ എന്താണ് ആ സെഷനിൽ കയറി ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്താണ് എല്ലാവരും ആ ഒരു സെഷൻ ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യുക. അടുത്ത മെയിൻ വരുന്നത് ജൈന ലിറ്ററേച്ചറാണ്. ജൈന ലിറ്ററേച്ചറിനെ പറ്റി എന്താണ് പറഞ്ഞാൽ പറഞ്ഞു, ജൈന മഹാവീരൻ ഈ ഒരു എക്സ്ട്രീം നോളജ് കിട്ടിയതിന് ശേഷം അദ്ദേഹം എന്താണ് അത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. അപ്പോൾ ആ ശിഷ്യന്മാർ അവരിങ്ങനെ ഓറലിയാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ ഒരു സെറ്റ് ശിഷ്യന്മാർ പഠിക്കും, അടുത്ത സെറ്റുകാരെ പഠിപ്പിക്കും, അങ്ങനെ ഓറലി. അത് കഴിഞ്ഞ് കുറേ കാലഘട്ടം ആയപ്പോൾ തന്നെ എന്താണ് ജൈനം എന്താണ് മഹാവീരൻ പറഞ്ഞ പല ടീച്ചിങ്സ് നമുക്ക് മിസ്സായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ എന്താണ് ശിഷ്യന്മാരെ എഴുതി വെച്ച് ആ ജൈൻ ലിറ്ററേച്ചറിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നതാണ് ജൈനിസത്തിൻ്റെ 12 അങ്കാസ്, 12 ഉപാങ്കാസ്, 10 എന്താണ് പ്രകീർണകാസ്, 6 ഛേദസൂത്രാസ്, 4 മൂലസൂത്രാസ്. നമുക്ക് ഇത്രയാണ് എന്താണ് ആ ഒരു ഡിവിഷൻ എന്ന് അറിഞ്ഞാൽ മതി. നമുക്ക് ഇതിൻ്റെ അകത്ത് 3 ബുക്കുകളെ പറ്റിയാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ ഞാൻ ഇതിൽ നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വെച്ചിട്ട് ഒരു 3 ബുക്കുകളൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. മിനിമം നിങ്ങൾ എന്താണ് ഈ ഒരു 6 ബുക്കുകളെങ്കിലും അറിഞ്ഞിരിക്കണം. ഓരോരോ ഡിവിഷനായിട്ടല്ലേ, ഇതൊരു 10 സെറ്റ് സബ് ഡിവിഷൻ ഒന്നും എന്താണ് അത്ര ഡീപ്പായിട്ട് നമുക്ക് എക്സാമിന് അറിയേണ്ട ആവശ്യമില്ല. ഇതാണ് ഒരു ഡിവിഷൻ എന്നറിയാം. എല്ലാവരും എന്താണ് ബേസിക്കായിട്ട് പഠിച്ചിരിക്കേണ്ട ലിറ്ററേച്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് നോക്കേണ്ടത് മോസ്റ്റ് ഓഫ് ദ ലിറ്ററേച്ചർ ഏത് ഭാഷയിലായിരുന്നു? പ്രാകൃത്, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന പ്രാകൃത് ഭാഷയിലാണ് എന്ത് ജൈൻ ലിറ്ററേച്ചർ എഴുതിയിട്ടുള്ളത്. ഇതിൽ മെയിനായിട്ട് വരുന്ന 12 അങ്കാസ്, അതായത് മൊത്തം ഈ ഒരു ജൈൻ ലിറ്ററേച്ചറിനെ അഗമാ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അഗമാ ലിറ്ററേച്ചർ ഇതിൽ വരുന്ന 12 അങ്കാസിൽ എന്താണ് ജൈനിസത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും അതിൻ്റെ ടീച്ചിങ്സും അല്ലെങ്കിൽ അതിൻ്റെ പ്രസംഗങ്ങൾ, അതിൻ്റെ തത്വങ്ങൾ എന്താണെന്നുള്ളതാണ് അടങ്ങിയിരിക്കുന്നത്. അതിൽ മെയിനായിട്ട് 3 വരുന്ന ബുക്കുകൾ ജൈനിസം റിലേറ്റ് ചെയ്ത് നേരത്തെ ചോദിച്ചിട്ടുള്ള ബുക്കുകളാണ് അജരംഗ സൂത്ര, സൂത്രകൃതാംഗ, കൽപ്പസൂത്ര. അപ്പോൾ അതിൽ ആദ്യത്തെ അജരംഗ സൂത്ര എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു ജൈൻ സന്യാസി, ഇപ്പം നിങ്ങളൊരു ജൈൻ സന്യാസി ആണെങ്കിൽ അദ്ദേഹം എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്, ഏത് രീതിയിലുള്ള ജീവിതമാണ് ഫോളോ ചെയ്യേണ്ടത്, അതിനെപ്പറ്റിയൊക്കെ എഴുതപ്പെട്ട ഒരു ബുക്കാണ് എന്ത് അജരംഗ സൂത്ര. ഡീൽസ് വിത്ത് ദ കണ്ടക്ട് ആൻഡ് ബിഹേവിയർ ഓഫ് ജൈൻ മോങ്സ്. ജൈൻ മോങ്സിൻ്റെ എന്താണ് അവരെങ്ങനെ ജീവിതം നയിക്കണമെന്നുള്ള രീതിയാണ് ഇതിൽ പറയുന്നത് അജരംഗ സൂത്രയിലേ പറയുന്നത്. രണ്ടാമത് വരുന്നത് സൂത്രകൃതാംഗ. സൂത്രകൃതാംഗ മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത് ജൈനിസത്തിൻ്റെ ഡോക്ട്രിൻസ് എന്തൊക്കെയാണ് വരുന്നത്. നമ്മൾ പറഞ്ഞ 5 മെയിൻ ടീച്ചിങ്സ്, 3 ജുവൽസ്, അതൊക്കെ എങ്ങനെയാണ് റെഫ്യൂട്ടേഷൻസ് ഓഫ് അതർ ഫിലോസഫിക്കൽ എന്ന് വെച്ചാൽ അത് ബാക്കിയുള്ള ഫിലോസഫിക്കൽ ഐഡിയാസിൽ നിന്ന് എന്തുകൊണ്ടാണ് വ്യത്യസ്തം, എന്തൊക്കെയാണ് മാറ്റങ്ങൾ, എന്താണ് ഇമ്പോർട്ടൻസ്, അതാണ് സൂത്രകൃതാംഗയിൽ പറയുന്നത്. ഇനി ലാസ്റ്റ് വരുന്ന കൽപ്പസൂത്ര, PYQ ആണ്, നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. കൽപ്പസൂത്രയുടെ കണ്ടന്റ് എന്താണ്? ഈ തീർത്ഥങ്കരാസ് നമ്മൾ പറഞ്ഞ 24 തീർത്ഥങ്കരയുടെയും ജീവിത കഥകളാണ് ഇതിൽ വരുന്നത് കൽപ്പസൂത്രയിൽ, ലൈഫ്സ് ഓഫ് തീർത്ഥങ്കരാസ്. അപ്പോൾ കൽപ്പസൂത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കൽപ്പസൂത്രയിൽ എന്താണ് കണ്ടന്റ്? ഈ തീർത്ഥങ്കരാസിൻ്റെ ജീവിതത്തെ പറ്റിയാണ് എന്തിൽ പറയുന്നത് കൽപ്പസൂത്രയിൽ പറയുന്നത്. മെയിനായിട്ട് 23-ാമത്തെയും 24-ാമത്തെയും ടീച്ചേഴ്സ് ആയിട്ടുള്ള പാർശ്വനാഥും മഹാവീരൻ്റെയും ജീവിതവും അവരുടെ ടീച്ചിങ്സും അവരുടെ ജീവിത കഥകളുമാണ് ഏതിലുള്ളത് കൽപ്പസൂത്രയിലുള്ളത്. അപ്പോൾ 12 അങ്കാസിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അജരംഗ സൂത്ര, സൂത്രകൃതാംഗ, കൽപ്പസൂത്രയാണ്. ഇനി ജെയിൻ കൗൺസിൽസ്, നിങ്ങൾക്ക് ബുദ്ധിസ്റ്റ് കൗൺസിലുകളാണ് ഒന്നുകൂടി ഇമ്പോർട്ടൻറ്റ്. എന്നാലും ജെയിൻ കൗൺസിലുകൾ 2 എണ്ണമാണ് നടന്നിരിക്കുന്നത്. ജെയിൻ കൗൺസിൽ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഒരു കൗൺസിൽ അല്ലെ ബുദ്ധിസ്റ്റ് കൗൺസിൽ എന്ന് വെച്ചാൽ ഒരു അസംബ്ലി പോലെ അല്ലെ ഒരു കൂട്ടായ്മയാണ്. ഒരു സ്ഥലത്ത് എന്താണ് ഈ ജെയിൻ ഫോളോവേഴ്സ് എല്ലാം കൂടെ കൂടുന്നു, അത് ലീഡ് ചെയ്യാൻ, അത് പ്രിസൈഡ് ചെയ്യാൻ ഒരു പ്രസിഡന്റ് കാണും. അവർ വന്ന് അവരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അവർ എഴുതിയ ബുക്കുകൾ കമ്പൈൻ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ജൈനിസത്തിൻ്റെ ഒരു മുന്നോട്ടുള്ള വളർച്ച എങ്ങനെ ആയിരിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു റിലീജിയൻ പ്രൊമോട്ട് ചെയ്യാൻ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൗൺസിലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ജെയിൻ കൗൺസിലിൻ്റെ ഫസ്റ്റ് കൗൺസിൽ വരുന്നത് പാട്ടലിപുത്രയിലാണ്. പാട്ടലിപുത്രയിൽ സ്ഥൂലബാഹു ആണ് ഏകദേശം എന്താണ് 3rd സെഞ്ച്വറി BC-യിലാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ടുള്ളത് നമ്മൾ പറഞ്ഞ ജെയിൻ ലിറ്ററേച്ചറിൻ്റെ 12 അങ്കാസ്, ഈ ബുക്കെല്ലാം കൂടെ എന്താണ് കമ്പൈൽ ചെയ്യുന്നത് ഈ ഒരു സെഷന് വെച്ചിട്ടാണ്. രണ്ടാമത്തെ സെഷൻ നടക്കുന്നത് വല്ലഭിയിൽ 6th സെഞ്ച്വറി AD-യിലാണ്. 512 AD എന്ന് പറയുന്നുണ്ട്, 513 AD എന്ന് പറയുന്നുണ്ട്.
അത് അവിടെ ഒരു ലീഡർ കാണുന്നു. അദ്ദേഹം എന്താണ് ഈ 12 അംഗാസും അതിൻ്റെ 12 ഉപാംഗാസും എന്താണ് ആ ഒരു പീരീഡിലാണ് കമ്പൈൽ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ജെയിൻ കൗൺസിൽ എന്ന് വെച്ചാൽ ഇത്ര പറഞ്ഞാൽ മതി. ആ ഒരു കൗൺസിൽ എന്തിനായിരിക്കും ഈ ഒരു റിലീജിയൻ്റെ വളർച്ച, അതായത് ഇത് റിലേറ്റ് ചെയ്യുന്ന വസ്തുക്കൾ കമ്പൈൽ ചെയ്യുക, ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഡിസ്കസ് ചെയ്യുക, അതാണ് ജെയിൻ കൗൺസിൽസ്. ജെയിൻ കൗൺസിൽ അങ്ങനെ പൊതുവേ ചോദിച്ച് കാണാറില്ല. നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ വരാറുള്ളത് ബുദ്ധിസ്റ്റ് കൗൺസിൽസ് ആണ്. ഇനി മെയിനായിട്ടുള്ള എന്താണ് ജൈനിസം പഠിക്കുമ്പോൾ നമുക്ക് മെയിനായിട്ടുള്ളത് ജൈനിസത്തിലെ ഡിവിഷൻസ് ആണ്. എന്ന് വെച്ചാൽ ജൈനിസം ഒരു പാർട്ടിൽ രണ്ടായിട്ട് തിരിയുന്നുണ്ട്, ദിഗംബരാസ്, ശ്വേതംബരാസ്. അപ്പം കഥ ഇങ്ങനെയാണ് പറയുന്നത്. എന്താണ് ചന്ദ്രഗുപ്ത, ഈ വർത്തമാന മഹാവീരന്റെ മരണശേഷം ചന്ദ്രഗുപ്ത എന്താണ് മൗര്യയുടെ ഭരണകാലത്ത് ഈ ഒരു പാർട്ടിൽ ഈ ജൈനിസം ബുദ്ധിസമൊക്കെ പ്രൊമോട്ട് ചെയ്തേക്കുന്ന ഏറ്റവും കൂടുതൽ നിലനിന്നത് മഗധ പാർട്ടിലാണ്. ഈ മഗധ പാർട്ടിൽ ഒരു വലിയ ഫാമൈൻ വരുന്നു, ഒരു വലിയ പട്ടിണി വരുന്നു. ഈ ഒരു പട്ടിണി കാരണം എന്താണ് അവിടെ നിൽക്കാൻ പറ്റാതെ കുറച്ച് എന്താണ് ജെയിൻ സന്യാസികൾ സൗത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. ആരുടെ ലീഡർഷിപ്പിൽ? ഭദ്രബാഹുവിൻ്റെ ലീഡർഷിപ്പിൽ. ഈ ഭദ്രബാഹുവിൻ്റെ ലീഡർഷിപ്പിൽ സൗത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരാണ് ആര്? ദിഗംബരാസ്. അപ്പം ദിഗംബരാസ് ഈ ഒരു സമയത്ത് നോർത്തിൽ എന്താണ് ഫാമിനുള്ള സമയത്ത് മഗധ ആ റീജിയനിൽ തന്നെ നിലകൊണ്ടിരുന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത് ശ്വേതംബരാസ്. അവരുടെ ലീഡർ ആരായിരുന്നു? സ്ഥൂലഭദ്രയായിരുന്നു. അപ്പം ദിഗംബരാസ് ആരാണ് ലീഡർ വരുന്നത്? ഭദ്രബാഹു. സ്പെല്ലിംഗ് കൊണ്ട് ഇതിൽ. അപ്പം ദിഗംബരാസ് എന്ന് വെച്ചാൽ എന്താണ്? അവർ വസ്ത്രം ധരിക്കാത്ത ആൾക്കാരായിരുന്നു. ജെയിനിൽ വസ്ത്രം ധരിക്കാത്ത നെയ്ക്കഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ആര്? ദിഗംബരാസ്. ശ്വേതംബരാസ് ആ പേര് കേൾക്കുമ്പോൾ എന്താണ്? ശ്വേതം അംബരം, അതായത് വൈറ്റ് ക്ലോത്ത്സ് വിയർ ചെയ്യുന്ന ആൾക്കാർ. ആരാണ് അവരുടെ ലീഡർ? സ്ഥൂലഭദ്രയാണ്. സ്ഥൂലഭദ്ര. ഇവരുടെ ക്ലോത്ത്സ് എങ്ങനെയായിരുന്നു? വൈറ്റ് ക്ലോത്ത്സ്, വെള്ള വസ്ത്രങ്ങൾ മാത്രമേ ഇവരെന്താണ് ധരിച്ചിരുന്നുള്ളൂ. ഇവരെവിടെ തന്നെയായിരുന്നു? ഇവർ നോർത്തിൽ തന്നെയായിരുന്നു. ഇവരെന്താണ് സൗത്തിലേക്ക് വന്നു. അപ്പം ഇതാണ് മെയിനായിട്ടുള്ള എന്താണ് ഈ ഒരു ജൈനിസത്തിലെ ഡിവിഷൻസ്. ദിഗംബരാസ്, ശ്വേതംബരാസ് എന്ന് പറയുന്ന രണ്ട് സെക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ രണ്ട് സെക്റ്റായിട്ട് എന്താണ് ഇതിൻ്റെ ഒരു കാരണം, ആ ഒരു കാരണമായിട്ട് പറയുന്നതാണ്. ഇതിനൊരു മെയിൻ കാരണം അവിടെ ഒരു പട്ടിണി വരികയും അതിൽ കുറച്ച് പേര് സൗത്തിലേക്ക് വരുന്നു. അവരാണ് ദിഗംബരാസ്. അവരുടെ ലീഡറാണ് ഭദ്രബാഹു. അവരെന്താണ് ദിഗംബരാസ് ആയതുകൊണ്ട് വസ്ത്രം ധരിക്കാത്ത ജൈനന്മാരാണ്. നോർത്തിൽ ആ സമയത്ത് ബാക്കപ്പ് ചെയ്ത് അവിടെ തന്നെ നിന്ന ആൾക്കാരാണ് ആര്? ശ്വേതംബരാസ്. വൈറ്റ് ക്ലോത്ത്സ് വിയർ ചെയ്യുന്ന സ്ഥൂലഭദ്രയാണെന്ത് അവരുടെ ലീഡറായിട്ട് പറയുന്നത്. ഇനിയും കുറച്ച് റാൻഡം ആയിട്ടുള്ള ഫാക്റ്റുകളാണ്. ഈ ജൈൻ തീർത്ഥങ്കരായ ഋഷഭയുടെയും അരിസ്തനേമിയുടെയും പേരുകൾ നമുക്ക് ഏതിൽ കാണാൻ പറ്റും? ഋഗ്വേദത്തിൽ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു ജൈനിസം തുടങ്ങുന്നത് എന്താണ് ഈ 500 BC എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കാലത്തിന് മുമ്പേ ജൈനിസം, മഹാവീരന് മുമ്പേ ഉണ്ട്. ഒരു 23 ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ തുടക്ക കാലഘട്ടത്തിലെ ടീച്ചേഴ്സിൻ്റെ പേര് നമുക്ക് ഏതിലും കാണാൻ പറ്റും? ഋഗ്വേദത്തിലും കാണാൻ പറ്റും. ഈ വിഷ്ണു പുരാണത്തിലും ഭഗവത പുരാണത്തിലും. ഇതൊക്കെ എന്താണ് വേദിക കാലഘട്ടത്തിൽ എഴുതിയത്. ഇതിൻ്റെ അകത്തെല്ലാം ഈ ജൈനിസത്തിൻ്റെ ഫൗണ്ടറായ ഋഷഭദേവെ എന്തെന്നാണ് പറയുന്നത്? വിഷ്ണുവിൻ്റെ ഒരു അവതാരമാണെന്നാണ് പറയുന്നത്. ഇൻകാർണേഷൻ ഓഫ് നാരായണ. വിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ് ഋഷഭദേവ. അങ്ങനെ വിഷ്ണുവിൻ്റെ അവതാരമായ ഋഷഭദേവയാണെന്ത് ഇവിടെ ഭൂമിയിൽ വന്ന് പുതിയൊരു റിലീജിയൻ ഫൗണ്ട് ചെയ്തതെന്നും എന്താണ് ഒരു കഥയുണ്ട്. ആ ഒരു എന്താണ് മഹാവീരന് ഇതുപോലെ ഈ ഒരു സത്യം അന്വേഷിക്കാൻ ഒരു 12 വർഷം ഇങ്ങനെ തപസ്സൊക്കെ ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി അലഞ്ഞു തിരിഞ്ഞ സമയത്താണ് ആരെ കാണുന്നത്? മഖാലി ഘോഷ. ഈ ജൈനിസം ബുദ്ധിസം പോലെ അത്രയും പബ്ലിഷ്മെന്റ് അല്ലെ അത്ര എക്സ്പാൻഡ് ആയിരുന്നേ ഉള്ളൂ ഒരു സെക്റ്റാണ് അജീവിക സെക്റ്റ്. അജീവിക സെക്ട്. ജൈനിസം ബുദ്ധിസം കണ്ടംപററി ആയിട്ട് നമുക്കൊരു റിലീജിയൻ അല്ലെ ഒരു സെക്ട് പറയുവാണെങ്കിൽ ഏതാണ്? അജീവിക സെക്ട്. അപ്പം മഹാവീരൻ ഈ എന്താണ് വണ്ടർ ചെയ്യുന്ന സമയത്താണ് ആരെ കണ്ടുമുട്ടുന്നത്? മഖാലി ഘോഷെ. ചില ബുക്കുകൾ എന്താണ് മഖാലി ഘോഷയും മഹാവീരനും ഒരുമിച്ചാണ് ഇത് തുടങ്ങിയതെന്നും എന്നാൽ ഒരു പോയിന്റിൽ ഇവർ രണ്ടും ആശയ വ്യത്യാസം കാരണം രണ്ടായിട്ട് പിരിഞ്ഞെന്നും പറയുന്നുണ്ട്. നമുക്കറിയാം ഇതൊക്കെ എന്താണ് കോൺക്രീറ്റ് ആയിട്ടുള്ള നമുക്ക് ലിറ്റററി സോഴ്സസ് ഇല്ലാത്തതുകൊണ്ട് കൂടുതലും നമ്മൾ എന്താണ് ഹിസ്റ്റോറിയൻസിൻ്റെ അവർ എന്താണ് ലാസ്റ്റിലേക്ക് എത്തിയ ഒരു എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് രീതിയിലും കഥകളുണ്ട്. അപ്പോൾ എന്തായാലും മഖാലി ഗോസല അല്ലെ അജീവിക സെക്റ്റിന്റെ ഫൗണ്ടർ ആരാണ്? മഖാലി ഗോസല. എന്താണ് അജീവിക സെക്ട്? എന്തുകൊണ്ടാണ് ബുദ്ധിസം ജൈനിസത്തിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത്? ഓക്കെ, അജീവിക സെക്ട് എന്ന് വെച്ചാൽ ഇവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് എല്ലാം വിധിയാണ്. എന്ന് വെച്ചാൽ ഓൾറെഡി എല്ലാം പ്രീ പ്ലാൻഡ് ആണ്. നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എല്ലാം എന്താണ് വിധി പോലെ നടക്കൂ. ആ ഒരു വിശ്വാസം കീപ്പ് ചെയ്ത ആൾക്കാരാണ് ആര്? അജീവിക സെക്ട്. എന്താണ് എല്ലാം പ്രീ പ്ലാൻഡ് ആണ്. ഓൾ ആർ പ്രീ പ്ലാൻഡ്. അല്ലെങ്കിൽ എന്തിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാർ?
ഫേറ്റിൽ വിധിയിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാർ എന്ത് സംഭവിച്ചാലും എന്താണ് എല്ലാം വിധിയാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സെക്റ്റാണ് എന്ത് അജീവിക സെക്റ്റ്. ചോദിച്ചിട്ടുള്ളതാണ്. അജീവിക സെക്റ്റിന്റെ ഫൗണ്ടർ ആരാണ്? മഖാലി ഖോസലയാണ്. മഖാലി ഖോസല. പിന്നെ എന്താണ് പറയുന്നത്? അശോകൻ ഫോളോ ചെയ്തത് ബുദ്ധിസമാണ്. പക്ഷേ അശോകന്റെ ഗ്രാൻഡ് സൺ ആയിട്ടുള്ള സമ്പ്രതി ഫോളോ ചെയ്തത് എന്താണ്? ജൈനിസം. പല റൂളേഴ്സ് അത് കഴിഞ്ഞിട്ട് ഈ ജൈനിസം ബുദ്ധിസം കഴിഞ്ഞ് പല റൂളേഴ്സ് നമുക്കറിയാം. മൗര്യൻ എംപയർ, ഗുപ്ത എംപയർ, പല എംപേഴ്സും എന്താണ് ചെറുതും വലുതുമായിട്ട് വരുന്നുണ്ട്. അതിലെ പല എന്താണ് രാജാക്കന്മാരും കുറേ പേരെന്താണ് ജൈനിസത്തിന്റെ ഫോളോവറാണ്, കുറേ പേരെന്താണ് ബുദ്ധിസത്തിന്റെ ഫോളോവേഴ്സാണ്. ഇനി ഇതൊക്കെ ഈ രണ്ട് PPT ആയിട്ട് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഫാക്റ്റുകളാണ് പറഞ്ഞേക്കുന്നത്. ഈ ജൈനിസം കർണാടകയിൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് ആരുടെ കാലഘട്ടത്തിലാണ്? ചന്ദ്രഗുപ്ത മൗര്യയുടെ കാലഘട്ടത്തിലാണ് പറഞ്ഞേക്കുന്നത്. രണ്ടാമത് കൊടുത്തേക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിവിഷൻസ് തന്നെ എന്താണ് ഭദ്രബാഹുവിൻ്റെ അണ്ടറിൽ സൗത്തിലേക്ക് വന്നവരാണ് ദിഗംബരാസ്. അവരെയാണ് നമ്മൾ എന്താണ് ദിഗംബരാസ് അല്ലെങ്കിൽ ന്യൂഡായിട്ട് നടക്കുന്ന ആൾക്കാരാണ് ദിഗംബരാസ്. ആ സമയം നോർത്തിൽ നിന്ന ആൾക്കാരാണ് ആര്? ശ്വേതംബരാസ്. സ്ഥൂലബാഹുവിൻ്റെ ലീഡർഷിപ്പിലാണ് അവർ നിന്നത്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതൊരു പോയിന്റ് ആയിട്ട് എക്സ്ട്രാ ഫാക്റ്റ് ആയിട്ട് കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് സിമിലാരിറ്റീസ് എന്ന് വെച്ചാൽ ബുദ്ധിസവും ജൈനിസവും ഇവരുടെ രണ്ടുപേർക്കും കോമൺ ആയിട്ടുണ്ടായിരുന്ന കാര്യം എന്താണ്? അപ്പോൾ കോമൺ ആയിട്ടുള്ള കാര്യം ഞാനിത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, രണ്ട് റിലീജിയനും എന്തിനെതിരെ വന്നാണ്? ഒരു ബ്രാഹ്മണിക്കൽ ഡൊമിനൻസ്, ആ ഒരു ബ്രാഹ്മിൻസിൻ്റെ ആധിപത്യം അല്ലെ ഒരു കാസ്റ്റ് സിസ്റ്റത്തിന് എതിരെ വന്ന ആൾക്കാരാണ്. അപ്പോൾ എന്താണ്? ബോത്ത് ഒപ്പോസ്ഡ് ബ്രാഹ്മണിക്കൽ ഡൊമിനൻസ് ആൻഡ് കാസ്റ്റ് സിസ്റ്റം. രണ്ടുപേരും എന്താണ് ബ്രാഹ്മണിക്കൽ ഡൊമിനൻസിനെയും കാസ്റ്റ് സിസ്റ്റത്തിനെ എതിർത്തിരുന്നു. ബട്ട് അപ്ഹോൾഡ് ദ എസെൻസ് ഓഫ് വേദ, വേദങ്ങളുടെ എസെൻസിനെ അവരെന്താണ് അപ്ഹോൾഡ് ചെയ്തു. പക്ഷെ വേദിക്കിൻ്റെ എല്ലാ കാര്യങ്ങളും എന്താണ് അവർ അംഗീകരിച്ചതില്ല. മെയിനായിട്ട് അവർ ഫോളോ ചെയ്തത് എന്താണ്? ട്രൂത്ത്, നോൺ വയലൻസ്, സെലിബസി, എന്താണ് മെറ്റീരിയൽ കംഫോർട്ട്സ് ഒന്നും പാടില്ല. അതായത് മൊത്തത്തിലൊരു ഡിറ്റാച്ച്മെൻറ്റ്, നമ്മൾ ലൗകികമായ സുഖങ്ങളൊന്നും പാടില്ല. മൊത്തത്തിൽ എന്താണ് അഹിംസയൊക്കെ പാലിക്കുക, സത്യം മാത്രം പറയുക. കർമ്മത്തിലും റീബർത്തിലും എന്താണ് നമ്മൾ നമുക്കൊരു പുനർജന്മം ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ ഫലങ്ങൾ. ഇതിലെല്ലാം രണ്ടുപേരും എന്താണ് ജൈനിസവും ബുദ്ധിസവും വിശ്വസിച്ചിരുന്നു. ഇവരുടെ രണ്ടുപേരുടെ സിമിലാരിറ്റീസ് വരുന്ന രണ്ടുപേരും എന്താണ് ബ്രാഹ്മണിക്കൽ ഡൊമിനൻസിനെതിരെയായിരുന്നു, കാസ്റ്റ് സിസ്റ്റത്തിനെതിരെയായിരുന്നു. വേദാസിന്റെ നല്ല കാര്യങ്ങളെ ഇവർ അംഗീകരിക്കുകയും എന്താണ് ദൂഷ്യവശങ്ങളെ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. രണ്ട് റിലീജിയനും എന്താണ് നോൺ വയലൻസും സെലിബസിയും പിന്നെ എന്താണ് മെറ്റീരിയൽ കംഫോർട്ട്സിന്റെ ഡിറ്റാച്ച്മെന്റും എല്ലാം ഫോളോ ചെയ്ത ആൾക്കാരാണ്. ഇനി ഇതിൻ്റെ ഡിഫറൻസസ് എന്തൊക്കെയാണ് വ്യത്യാസം? അതൊന്ന് ബുദ്ധിസം കൂടെ ക്ലാസ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. എനിക്ക് റഫായിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ ജൈനിസത്തിൻ്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ജൈൻ സന്യാസികളായിരുന്നു. കൂടുതലും സന്യാസികളാണ് എന്ത് ജൈനിസം ഫോളോ ചെയ്തത്. പക്ഷേ ബുദ്ധിസം വരുമ്പോഴത്തേന് ജൈനിസത്തിൻ്റെ ഞാൻ പറഞ്ഞു, ജൈനിസം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണം. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ എന്താണ് നമുക്ക് ചില സമയത്ത് ജീവിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ എക്സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ എന്താണ് ജൈനിസം ഫോളോ ചെയ്തത് അതുപോലെ അത് ഫോളോ ചെയ്യാൻ പറ്റുന്ന സന്യാസികളായിരുന്നു. അതേസമയം ബുദ്ധിസമാണ് ലേമൻ, സാധാരണക്കാരാണ് കൂടുതൽ ബുദ്ധിസം ഫോളോ ചെയ്തത്. ഇനി സാൽവേഷൻ, ജൈനിസത്തിന് എന്താണ് ഒരു മുക്തി കിട്ടണം അല്ലെ ഒരു നോളജ് അറ്റൈൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു വഴി എന്ന് പറയുന്നത് ഭയങ്കര എക്സ്ട്രീമാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കുറേ കാര്യങ്ങൾ പാലിക്കേണ്ടി വരും. പക്ഷെ ബുദ്ധിസം നോക്കുകയാണെങ്കിൽ അത്ര എക്സ്ട്രീം അല്ല, മോഡറേറ്റ് ആണ്. ഈ ഒരു എക്സ്ട്രീമിസം കാരണം തന്നെ ജൈനിസം എന്താണ് ഒരുപാട് ഇതിന് വളർച്ച കിട്ടിയിട്ടില്ല. ഇന്ത്യയിൽ മാത്രമാണ് ജൈനിസം നിന്നത്. ഫോറിൻ കൺട്രീസിലേക്കൊന്നും എന്താണ് ജൈനിസത്തിൻ്റെ ഐഡിയോളജീസ് പോയിട്ടില്ല. കാരണം ഇവിടെ തന്നെ അതിൻ്റെ വളർച്ച വളരെ ചുരുക്കമായിരുന്നു. അപ്പം എന്താണ് ഡൈഡ് ഇൻ ഇന്ത്യ ബട്ട് സ്പ്രെഡ് ടു ഫോറിനിലെ ചില സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ആയ പോലെ അല്ലെങ്കിൽ എന്താണ് ബുദ്ധിസം എസ്റ്റാബ്ലിഷ് ആയ പോലെ എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല, ജൈനിസം എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല. ബുദ്ധിസം വരുവാണെങ്കിൽ കൺഫൈൻ ടു ഇന്ത്യ, ഇന്ത്യയിൽ കൺഫൈൻ ചെയ്തിട്ടുണ്ട്. ചിലയിടത്താണ് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസ് ഒക്കെ നമുക്ക് എവിടെയാണ് നേപ്പാളിലും കാണാൻ പറ്റും. പക്ഷേ ഇന്ത്യയിൽ നല്ല രീതിയിൽ വളർച്ച നേടിയ ഒരു റിലീജിയൻ ആണ് ബുദ്ധിസം എന്ന് പറയുന്നത്. അഹിംസ അടുത്ത നോക്കുകയാണെങ്കിൽ അഹിംസയിൽ കൂടുതൽ എംഫസിസ് കൊടുത്ത ആൾക്കാരാണ് ആര്? ജൈനിസം എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ ഒന്നിനെയും നമുക്ക് എന്താണ് ഒരു ഇലയെ പോലും നമുക്ക് നോവിക്കാൻ പറ്റത്തില്ല. പക്ഷേ ബുദ്ധിസം വരുമ്പോൾ എന്താണ് ഒരു മോഡറേറ്റ് ആണ്. ഇനി ജൈനിസം നോക്കുകയാണെങ്കിൽ ആത്മാവിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ് ആര്? ജൈനന്മാർ. ബുദ്ധിസം നോക്കുകയാണെങ്കിൽ അവരെന്താണ് ആത്മാവിലും മറ്റു കാര്യങ്ങളും ഒന്നും അത്ര വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ ഇതാണ് ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റ നിപ്പ് നോക്കിയാൽ നമുക്ക് എന്താണ് ജൈനിസം എന്ന് പറയുന്നത് കുറച്ച് എക്സ്ട്രീം ആയിട്ടുള്ള റിലീജിയസ് ഐഡിയാസ് ആയതുകൊണ്ട് സാധാരണക്കാർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ വളർച്ചയും വളരെ കുറവാണ്. ബുദ്ധിസം എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ലെവൽ ആയതുകൊണ്ട് സാധാരണക്കാർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയതുകൊണ്ട് തന്നെ വളർച്ചയും കൂടുതലാണ്. അത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി.
ഓക്കെ, അടുത്ത വരുന്നത് ബുദ്ധിസം. അപ്പോൾ നമ്മൾ ജൈനിസം പറഞ്ഞപ്പോൾ മെയിൻ ആരെ പറ്റിയാണ് പറഞ്ഞത്? ലോർഡ് മഹാവീരനെ പറ്റി. അദ്ദേഹത്തിന് മെയിൻ ആയിട്ടുള്ള ഒരു 3-4 പോയിന്റ്, അത് കുറച്ച് സ്റ്റാറ്റിക് പോർഷൻ ആണ്, അതുകൊണ്ട് ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനത്. അതിലാ വരുന്ന വർഷങ്ങൾ, അദ്ദേഹത്തിന് എവിടെയാണ് എൻലൈറ്റ്മെന്റ് കിട്ടിയത്, എവിടെയാണ് മരിച്ചത്, ആ കാര്യങ്ങളാണ് നോക്കേണ്ടത്. അപ്പോൾ ബുദ്ധിസം വരുമ്പോൾ ആരാണ് ലീഡർ? ലോർഡ് ബുദ്ധനാണ്. അപ്പോൾ മഹാവീരനല്ല എന്ത് ജൈനിസം ഫൗണ്ട് ചെയ്തത്, ആരാണ്? ഋഷഭദേവയാണ്. പക്ഷെ ബുദ്ധിസത്തിന്റെ കാര്യം വരുമ്പോൾ ആരാണ്? ലോർഡ് ബുദ്ധനാണ് എന്ത് ബുദ്ധിസം എന്ന് പറയുന്ന ഒരു റിലീജിയസ് ഐഡിയാസ് വരുന്നത്. ഇനി ബുദ്ധന്റെ കഥ എന്താണ്? ബുദ്ധന് ഒരു ക്ഷത്രിയ വംശത്തിൽ ഒരു രാജാവായിട്ട് ജീവിച്ച ഒരാളാണ്. അപ്പോൾ ഒരിക്കലും എന്താണ് ആരുടെയും ദുഃഖങ്ങളും കാര്യങ്ങളും ഒന്നും എന്താണ് ബുദ്ധൻ അറിഞ്ഞിരുന്നില്ല. കാരണം രാജകുടുംബത്തിൽ എന്താണ് അത്രയും സുഖങ്ങളാണ്. അപ്പം ആൾക്കാരുടെ ദുഃഖങ്ങളെ പറ്റി എന്താണ് അദ്ദേഹം അറിയുന്നില്ല. ഒരു ദിവസം എന്താണ് യാദൃശ്ചികമായിട്ട് അദ്ദേഹം പുറത്തു പോകുകയും 3-4 പേരെ കാണുന്നത്. ആദ്യം എന്താണ് ഒരു വയസ്സായ വൃദ്ധനെ കാണുന്നു, പിന്നെ ഒരു രോഗിയെ കാണുന്നു, പിന്നെന്താണ് ഒരു സന്യാസിയെ കാണുന്നു. അങ്ങനെ വിഷമങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് ആൾക്കാരെ കാണുന്നു. അത് കാണുമ്പോൾ ബുദ്ധൻ ആലോചിക്കുകയാണ്, എന്താണ് ഈ ആൾക്കാർക്കൊക്കെ വിഷമം, എന്തിനാണ് ഇവർ കഷ്ടപ്പെടുന്നത്, എന്താണ് ഇവർക്ക് ഈ രോഗം വരാൻ കാരണം, എന്തുകൊണ്ടായിരിക്കും ഇവരിപ്പോഴും കരയുന്നത്, അവരുടെ മുഖത്ത് വിഷമമാണല്ലോ, എന്താണ് ഈ വിഷമങ്ങൾക്ക് കാരണം? അതായത് ബുദ്ധൻ ഇതൊന്നും അത്രയും വിഷമം അറിയാതാണ് ജീവിക്കുന്നത്. അപ്പോൾ പുറത്ത് ഇത്ര ആൾക്കാരെ കാണുമ്പോൾ എന്തുകൊണ്ടൊക്കെയാണ് ഈ വിഷമങ്ങളെന്ന് ബുദ്ധൻ ചിന്തിക്കുകയും ഈ ചിന്തയിൽ നിന്നാണെന്ത് ബുദ്ധൻ വീട് ഉപേക്ഷിച്ച് ഈ ഒരു വിഷമങ്ങൾക്കെല്ലാം എന്താണ് സൊല്യൂഷൻ, എന്താണ് ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന് ചിന്തിച്ച് വീട് വിട്ടിറങ്ങി. എന്താണ് അങ്ങനെയാണ് ബുദ്ധിസം എന്ന് പറയുന്ന ഒരു റിലീജിയൻ ഇന്ത്യയിൽ ഫൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ബുദ്ധനെ പറ്റിയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ, ബുദ്ധിസത്തിലെ ലീഡറായ ബുദ്ധൻ ജനിക്കുന്നത് 563 BC നേപ്പാളിലാണ്. ലുംബിനി നേപ്പാളിലാണ്. ചെറുപ്പകാലത്തെ പേരെന്തായിരുന്നു? സിദ്ധാർത്ഥ എന്നായിരുന്നു. നമുക്കറിയാം ബുദ്ധന്റെ എന്താണ് ബുദ്ധ എന്ന് പറയുന്നത് എൻലൈറ്റൻഡ് വൺ, അറിവ് കിട്ടിയ ഒരാളാണ് ബുദ്ധൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? സിദ്ധാർത്ഥ എന്നാണ്. ഫാമിലി നെയിം ഗൗതമ ആയതുകൊണ്ട് ഗൗതമ സിദ്ധാർത്ഥ എന്നും അദ്ദേഹത്തെ അറിയപ്പെടാറുണ്ട്. ഇനി അച്ഛന്റെ പേരെന്താണ്? സുധോധനയാണ്. അമ്മ എന്താണ്? മഹാമായയാണ്. അപ്പൊ മഹാമായയാണ് എന്ത് ബുദ്ധന് ജന്മം നൽകുന്ന അമ്മ. പക്ഷെ എന്താണ് മരണം, ഈ ഒരു പ്രസവത്തോടെ അവർ മരിക്കുകയും ബുദ്ധന്റെ വളർത്തമ്മ എന്ന് പറയുന്ന ആരാണ്? മഹാപ്രജാപതി ഗൗതമിയാണ്. ഗൗതമി. വൈഫ് ആരാണ്? യശോധര. മകൻ, ബുദ്ധന്റെ മകൻ ആരാണ്? രാഹുലയാണ്. ഇതൊക്കെ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ബുദ്ധനെ പറ്റിയുള്ള ബേസിക് ഡീറ്റെയിൽസാണ്. നമുക്ക് ഇത്രയും പറഞ്ഞാൽ മതി. ബുദ്ധിസം എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത് എന്ന്. രാജാവായ ബുദ്ധൻ എന്തുകൊണ്ട് എന്താണ് ആ കൊട്ടാരം ഉപേക്ഷിച്ചിറങ്ങിയത്, എന്തുകൊണ്ടാണ് കൊട്ടാരം ഉപേക്ഷിച്ചിറങ്ങിയത്? ബുദ്ധൻ എന്താണ് ഈ ആൾക്കാരുടെ വിഷമങ്ങളുടെ കാരണം അറിയണം, അല്ലെങ്കിൽ അത് പരിഹരിക്കണം, ഇതെന്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നതെന്ന് അറിയണം. അതിനു വേണ്ടിയാണ് അദ്ദേഹം വീട് വിട്ടിറങ്ങുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ച് അങ്ങനെ അദ്ദേഹം കണ്ട ആൾക്കാരൊക്കെയാന്ന്. അദ്ദേഹം ആദ്യം എന്താണ് വൃദ്ധനായ ഒരാളെ കാണുന്നു, അതിനുശേഷം രോഗിയായ ഒരാളെ, അതിനുശേഷം അദ്ദേഹം ഒരു ശവം കാണുന്നു, അതിനുശേഷം എന്താണ് അതിനുശേഷം ഒരു സന്യാസിയെ കാണുന്നു. അപ്പം ഇത്രയും ആൾക്കാരെ ഒരു ദിവസം കണ്ട് അവരുടെ എന്താണ് 4 പേരുടെയും ജീവിതം 4 രീതിയിൽ. പക്ഷെ ഇവർക്ക് 4 പേർക്കും എന്താണ് കോമൺ ആയിട്ട് ഇവർക്കെല്ലാം ദുഃഖങ്ങളാണ്. ഈ ദുഃഖങ്ങൾ കാണുന്നതോടാണ് ബുദ്ധൻ എന്ത് തീരുമാനിക്കുന്നത്? വീട് വിട്ടിറങ്ങുക, അല്ലെങ്കിൽ കൊട്ടാരം ഉപേക്ഷിച്ച് ഇതിനൊരു പരിഹാരം കണ്ടെത്തുക. അങ്ങനെ ബുദ്ധൻ കൊട്ടാരം ഉപേക്ഷിച്ച് വീട് ഉപേക്ഷിച്ച് പോകുന്നത് 29ാമത്തെ വയസ്സിലാണ്. അങ്ങനെ എന്താണ് സർവ്വസുഖങ്ങളും ഉപേക്ഷിച്ച് ത്യജിച്ച് പോകുന്ന ആ ഒരു ഹോം സാക്രിഫൈസിനെ നമ്മൾ പറയുന്നത് മഹാഭിനിഷ്ക്രമണ എന്നാണ്. മഹാഭിനിഷ്ക്രമണ, ഹോം സാക്രിഫൈസ് ചെയ്യുന്നത് 29ാമത്തെ. മഹാവീരനായിരുന്ന എത്രാമത്തെ വയസ്സിലായിരുന്നു? 30ാമത്തെ വയസ്സിൽ. ഇനി മഹാവീരൻ ഒരു 12 വർഷ കാലഘട്ടം തപസ് ചെയ്തെങ്കിൽ ബുദ്ധന് എന്താണ് ഈ വിഷമങ്ങൾക്കൊക്കെ കാരണമെന്ന് അറിയാൻ ഏകദേശം എത്ര വർഷമാണ് അലഞ്ഞു തിരിഞ്ഞ് നടന്നത്, അല്ലെങ്കിൽ എത്ര വർഷമാണ് തപസ് ചെയ്ത് ഇരുന്നതെന്ന് ചോദിച്ചാൽ 6 വർഷമാണ്. 6 വർഷം തപസ് ചെയ്തിരിക്കുമ്പോൾ എന്താണ് ബോധഗയയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ആ ഒരു എൻലൈറ്റ്മെന്റ് കിട്ടുകയാണ്. ബോധഗയയിൽ വെച്ചിട്ട് ബുദ്ധന് എൻലൈറ്റ്മെന്റ് കിട്ടി. എൻലൈറ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഞാൻ പറഞ്ഞു മഹാവീരനെ പോലെ ബുദ്ധനും എന്താണ് 6 വർഷം കഴിഞ്ഞ് ബോധഗയയിലെ എന്താണ് ബോധി വൃക്ഷത്തിന് കീഴിൽ വെച്ചിട്ട് മനസ്സിലാവുകയാണ് എന്താണ് ആൾക്കാരുടെ വിഷമങ്ങൾക്ക് കാരണം, ആ കാരണവും അതിനുള്ള പരിഹാരം എന്താണ് അദ്ദേഹം മനസ്സിലാക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ബുദ്ധന്റെ എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 6 വർഷമാണ് അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞ് എന്താണ് ഇതിനുള്ള കാരണമെന്ന് അലഞ്ഞു തിരിഞ്ഞ് നടന്നത്. ആ ഒരു സൈറ്റ് അദ്ദേഹത്തിന് എന്താണ് ആ ജ്ഞാനോദയം കിട്ടിയ സൈറ്റാണ് ഏത്? ബോധഗയ അണ്ടർ ബോധി ട്രീ. അണ്ടർ ബോധി ട്രീ. അപ്പൊ ഏത് വയസ്സിലായിരിക്കും?
29 ഇറങ്ങിയെങ്കിൽ 6 വർഷം കഴിഞ്ഞ് 35-ാമത്തെ വയസ്സിലാണെന്ത് നിരഞ്ജന നദിയുടെ തീരത്ത് ഗയയിൽ വെച്ചിട്ടാണ് എന്ത് അദ്ദേഹത്തിന് എൻലൈറ്റ്മെന്റ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു എൻലൈറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ് ആൾക്കാരുടെ ദുഃഖത്തിനുള്ള കാരണം, എന്താണ് പരിഹാരം. ആ ഒരു എൻലൈറ്റ്മെന്റ് കിട്ടിയതിന് ശേഷം അദ്ദേഹം എന്താണ് ഇതിനെപ്പറ്റി ആദ്യമായിട്ട് ഒരു പ്രസംഗം നടത്തുകയാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ടീച്ചിങ്സ് ആൾക്കാരിലേക്ക് പ്രസന്റ് ചെയ്യുകയാണ്. അതാണ് ബുദ്ധന്റെ ഫസ്റ്റ് സെർമൺ എന്ന് പറയുന്നത്. ആദ്യത്തെ സെർമൺ, അതിനെ നമ്മൾ എന്ത് പറയുന്നു? ധർമ്മചക്ര പ്രവർത്തന എന്ന് പറയുന്നു. അതെവിടെ വെച്ചിട്ടാണ്? സർനാഥിൽ വെച്ചിട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ബുദ്ധന്റെ ആദ്യത്തെ സെർമൺ എവിടെ വെച്ചിട്ടായിരുന്നു? സർനാഥിൽ വെച്ചിട്ടായിരുന്നു. അതിനെ എന്താണ് പറയുന്നത്? ധർമ്മചക്ര പ്രവർത്തന എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സർനാഥിൽ ആദ്യത്തെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡിസൈപ്പിളായിട്ട്, ആദ്യത്തെ ശിഷ്യയായിട്ട് വന്നത് ആരായിരുന്നു? അദ്ദേഹത്തിൻ്റെ വളർത്തമ്മയായ പ്രജാപതി ഗൗതമി ആയിരുന്നു. പ്രജാപതി ഗൗതമി. ഇനി എന്താ പറയുന്നത്? ബുദ്ധന്റെ അവസാന വാക്ക് എന്താണ്? അവസാന വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ കോമ്പോസിറ്റ് തിങ്സ് ഡീകേ സ്ട്രൈവ് ഡിലിജൻ്റ്ലി എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും എന്താണ്? ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുണ്ടാക്കി. ഇപ്പം നമ്മളാണെങ്കിലും ഫിസിക്കൽ കോമ്പണൻസ് ഉണ്ട്, നമുക്ക് എന്താണ് മെൻ്റൽ കോമ്പണൻസ് ഉണ്ട്, അങ്ങനെ പല കോമ്പൗണ്ട്സ് ചേരുന്നതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാം എന്താണ്? ഇതൊന്നും സ്ഥിരമല്ല, ഇതൊന്നും എന്താണ് പെർമനൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. കാലക്രമേണ ഇതൊക്കെ എന്താണ് ഡീകേ ചെയ്ത് എന്താണ് ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് മാറും. ഇപ്പോൾ ഒന്നും എന്താണ് ഒരു വലിയ സംഭവമല്ല. നമ്മൾ പല പല കാര്യങ്ങളാൽ ഏതൊരു വസ്തുവും പല കോമ്പൗണ്ട് തിങ്സ് ആയിട്ട് ഉണ്ടാക്കപ്പെട്ടാലും കാലക്രമേണ ഇതൊക്കെ എന്താണ് ഡീകേ ചെയ്ത് പോകുന്നതാണ്. ഒന്നും പെർമനൻ്റ് അല്ലെന്നുള്ള അർത്ഥമാണ്. ഇനി പറയുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തിലെ 5 ശിഷ്യന്മാരായിരുന്നു. അശ്വജിത്ത്, ഉപാലി, മോഘലന, സാരിപുത്ര, അനന്ത. ഇതൊരു 5 പേരുമായിരുന്നു ആദ്യകാലത്തെ ശിഷ്യന്മാർ. ആദ്യത്തെ ശിക്ഷ ആരായിരുന്നു? അദ്ദേഹത്തിൻ്റെ വളർത്തമ്മയായ പ്രജാപതി ഗൗതമിയാണ്. ഇനി എന്താണ് ജൈനിസം റിലേറ്റ് ചെയ്ത് കുറച്ച് സിമ്പിൾസ് ഉണ്ട്. ബുദ്ധന്റെ ജനനമായിട്ട് നിൽക്കുന്ന സിമ്പിളാണ് ലോട്ടസ്, എലിഫന്റ്, ബുള്ള്. ഇത് ചോദിക്കുന്നതാണ്. ബുദ്ധിസം റിലേറ്റ് ചെയ്തിട്ടുള്ള സിമ്പിൾസ് ലോട്ടസ്, എലിഫന്റ്, ബുള്ളും ഒക്കെ എന്താണ് ബുദ്ധന്റെ ബർത്തിനെ കാണിക്കുന്നതാണ്. ഇനി ഗ്രേറ്റ് ഡിപ്പാർച്ചർ, അദ്ദേഹം വീട് വിട്ടിറങ്ങുന്നതിനെ കാണിക്കുന്ന സിമ്പിൾ എന്താണ്? ഹോഴ്സ്. നിങ്ങൾക്ക് വേണം ആലോചിക്കുക, ഹോഴ്സിലാണ് പോയത്, അതുകൊണ്ടാണ് ഹോഴ്സ് കാണിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് എൻലൈറ്റ്മെന്റ് കിട്ടിയത്, അദ്ദേഹത്തിന് എന്താണ് ജ്ഞാനോദയം, എന്താണ് ഈ ദുഃഖങ്ങൾക്കുള്ള കാരണമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത്. അതിന് എൻലൈറ്റ്മെന്റ് കിട്ടിയതിനെ സിമ്പിളൈസ് ചെയ്യുന്ന സിമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അദ്ദേഹത്തിൻ്റെ ഒരു ബോധി വൃക്ഷത്തിന് അണ്ടറിൽ അത് കിട്ടിയോണ്ട് ഒരു ബോധി ട്രീ ആണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സെർമൺ, ഈ എൻലൈറ്റ്മെന്റ് കിട്ടിയ ആശയം അദ്ദേഹം ആദ്യമായിട്ടൊരു പ്രസംഗമായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ഫസ്റ്റ് സെർമണിനെ കാണിക്കുന്നത് എന്താണ്? വീലാണ്, ചക്രമാണ് അതിൻ്റെ സിമ്പിൾ വരുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ഡെത്ത്, അദ്ദേഹത്തിൻ്റെ മരണം കാണിക്കുന്ന സിമ്പിൾ എന്താണ്? അദ്ദേഹത്തിൻ്റെ പാദങ്ങളാണ്. ഫുട് പ്രിന്റ് ആൻഡ് സ്തൂബാസ്. സ്തൂബാസ് നമുക്ക് ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചർ വരുന്നത് നോക്കാം. അദ്ദേഹത്തിൻ്റെ ഡെത്ത്, അദ്ദേഹം മരിക്കുന്ന എപ്പോഴാണ്? 483 BC കുശിനഗരയിൽ 80 വയസ്സുള്ളപ്പോൾ കുശിനഗര ഉത്തർപ്രദേശിലാണ് അദ്ദേഹം എന്താണ് മരിക്കുന്നത്. അപ്പോൾ ബുദ്ധിസം റിലേറ്റ് ചെയ്തിട്ടുള്ള 5 കാര്യങ്ങളും 5 കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള സിമ്പിൾസ്. ബർത്തിനാണെങ്കിൽ സിമ്പിൾ ഏതാണ്? ഡിപ്പാർച്ചറിന് ഏതാണ്? എൻലൈറ്റ്മെന്റ് ഏതാണ്? ഫസ്റ്റ് സർമൺ. ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള സിമ്പിൾസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മെയിനായിട്ടുള്ളത് ബുദ്ധൻ എന്താണ് ഈ എൻലൈറ്റ്മെന്റ് കിട്ടിയപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയ 4 സത്യങ്ങൾ. അതാണ് ബുദ്ധിസത്തിലെ 4 നോബിൾ ട്രൂത്ത്സ് എന്ന് പറയുന്നത്. അപ്പോൾ എൻലൈറ്റ്മെന്റ് കിട്ടിയപ്പോൾ 6 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? ആൾക്കാരുടെ ദുഃഖങ്ങൾക്ക് കാരണം എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ അതിൽ 4 ട്രൂത്ത്സ് എന്താണെന്നുള്ളതിൽ ആദ്യത്തെ എന്താണ്? ദ വേൾഡ് ഈസ് ഫുൾ ഓഫ് സോറോസ്. ലോകത്തിൽ എല്ലാവർക്കും എന്താണ്? സങ്കടങ്ങളാണ്. അപ്പോൾ എന്താണ് രണ്ടാമത്തെ കാര്യം? എന്താണ് ഈ സങ്കടങ്ങൾക്ക് കാരണം? ഇപ്പം നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്കൊരു സങ്കടം ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ എന്താണ് സങ്കടം? ജോലി കിട്ടാത്തതായിരിക്കും സങ്കടം, അല്ലെങ്കിൽ എക്സാം പാസ്സാവാത്തതായിരിക്കും സങ്കടം. അപ്പോൾ എന്താണ് ആ സങ്കടം? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സങ്കടം വരുന്നത്? അതിന് കാരണം എന്താണ്? ഈ സങ്കടത്തിന് കാരണം എന്താണ്? നിങ്ങൾക്ക് ആ ജോലി കിട്ടണമെന്നുള്ള ആശയാണ്. അപ്പോൾ രണ്ടാമത്തെ എന്താണ്? എല്ലാ സങ്കടങ്ങൾക്കും കാരണം നിങ്ങളുടെ ആശകളാണ്. രണ്ടാമത്തെ നോബിൾ ട്രൂത്ത്സ് എന്താണ്? ഡിസയർ ഈസ് റൂട്ട് കോസ് ഓഫ് സോറോ. നിങ്ങൾക്ക് ഈ വിഷമം, നിങ്ങൾക്ക് എന്താണ് ജോലി കിട്ടണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പം അങ്ങനെ ഒരു സങ്കടം ഉണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആഗ്രഹങ്ങളാണ് നിങ്ങളെ എന്തിലേക്ക് നയിക്കുന്നത്? സങ്കടങ്ങളിലേക്ക് നയിക്കുന്നത്. മൂന്നാമത്തെ എന്താണ്? നിങ്ങൾക്ക് ഈ സങ്കടങ്ങൾ ഇല്ലാതാവണമെങ്കിൽ എന്ത് വേണം? നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇല്ലാതാവണം. നിങ്ങൾക്ക് ജോലി കിട്ടണമെന്ന് ആഗ്രഹം ഇല്ലെങ്കിൽ പിന്നെ എന്താണ്? നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള സങ്കടം ഇല്ല. അപ്പോൾ ഇഫ് ഡിസേർഡ് ഈസ് കോൺക്വേർഡ് ഓൾ സോറോസ് ക്യാൻ ബി റിമൂവ്ഡ്.
അപ്പോൾ നിങ്ങൾ എന്താണ് ഇനിയും തൊട്ട് നാളെ തൊട്ട് ബുദ്ധിസത്തിൻ്റെ ഒരു ഫോളോവറാണ്, നിങ്ങൾക്ക് ഇനി വിഷമമൊന്നും വേണ്ടെങ്കിൽ ബുധൻ എന്താ പറഞ്ഞത്, നിങ്ങളുടെ ആശ നശിപ്പിക്കാൻ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിച്ചാൽ എന്താ, നമ്മുടെ ഈ ആശകളൊന്നും നശിക്കാൻ പോകുന്നില്ല. അപ്പോൾ ആശ നശിപ്പിക്കാൻ ബുധൻ തന്നെ എന്താണ് ഒരു മാർഗം പറഞ്ഞിട്ടുണ്ട്. ഒരു 8 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ആശകളൊക്കെ നശിച്ച് നിങ്ങൾക്ക് എന്നും എന്താണ് സമാധാനം കിട്ടും. അതാണ് ബുദ്ധിസത്തിലെ 8 ഫോൾഡ് പാത്സ് അല്ലെങ്കിൽ അഷ്ടാംഗ മാർഗം എന്ന് പറയുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഈ ഒരു 8 കാര്യങ്ങൾ ഫോളോ ചെയ്താൽ നാളെ തൊട്ട് എന്താണ് നിങ്ങൾക്ക് ദുഃഖങ്ങൾ കാണത്തില്ല, നാളെ തൊട്ട് എന്താണ് വിഷമങ്ങൾ കാണത്തില്ല. അതാണ് ബുദ്ധിസത്തിൻ്റെ എന്താണ് 8 ഫോൾഡ് പാത്ത്. അതിൽ ആദ്യം എന്ന് റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ്, ഒരു കാര്യത്തെപ്പറ്റി നന്നായി മനസ്സിലാക്കുക, നന്നായി പരിഹരിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം പറയുക, നല്ല കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുക, നല്ല രീതിയിൽ ജീവിക്കുക, നല്ല രീതിയിൽ എഫേർട്ട് ഇടുക, എപ്പോഴും നല്ല ചിന്തകളായിരിക്കണം വരുന്നത്. കൂടുതലും എന്താണ് സെൽഫ് കോൺസെൻട്രേഷൻ, ഏകാഗ്രത വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതാണ് ബുദ്ധിസത്തിൽ എന്താണ് 8 ഫോൾഡ് പാത്ത്. ഈ 8 കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഡിസേഴ്സിനെ നിങ്ങൾക്ക് ഈ ഒരു ആശകളെ നശിപ്പിക്കാം, അതുവഴി നിങ്ങൾക്ക് എന്താണ് ദുഃഖങ്ങളെ ശമിപ്പിക്കാം. ഇതാണ് എൻലൈറ്റ്മെൻറ്റ് കിട്ടി ബുദ്ധന് മനസ്സിലായ കാരണങ്ങളും അദ്ദേഹം എന്താണ് കണ്ടെത്തിയ പരിഹാരങ്ങളും. നമ്മൾ ജൈനിസത്തിൽ എന്താണ് 3 ജുവൽസും 5 ടീച്ചിങ്സും പഠിച്ചെങ്കിൽ ബുദ്ധിസത്തിൽ നിങ്ങൾക്ക് എന്താണ് 4 നോബിൾ ട്രൂത്ത്സും അത് റിലേറ്റ് ചെയ്ത് വരുന്ന 8 ഫോൾഡ് അഷ്ടാംഗ മാർഗമാണ് പഠിക്കാനുള്ളത്. ഇനി ഞാൻ പറഞ്ഞു ജെയിൻ കൗൺസിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരുന്നത് ബുദ്ധിസ്റ്റ് കൗൺസിൽ എന്ന് വെച്ചാൽ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ ജെയിൻ കൗൺസിൽ പോലെ തന്നെ ഒരിടത്ത് കുറേ ആൾക്കാരെന്താണ് കൂടി എന്താണ് ആ ഒരു റിലീജിയൻ്റെ വളർച്ചയെപ്പറ്റി ചർച്ച ചെയ്യുന്നു, അതിനൊരു പ്രസിഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ എവിടെ വെച്ചാണ്, ടൈം പീരീഡ്, ഏത് രാജാവാണത് കണ്ടക്ട് ചെയ്തത്, ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ ബീഹാറിലെ രാജ്ഗൃഹയിൽ വെച്ചിട്ട് 483 BC ആരാണ് രാജാവ്, അജാതശത്രുവാണ്. ഹര്യങ്ക ഡൈനാസ്റ്റിയിലെ അജാതശത്രു. സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, നിങ്ങളത് പഠിച്ചേ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ വരുന്നത് ആദ്യത്തെ കഴിഞ്ഞിട്ട് 100 വർഷങ്ങൾക്ക് ശേഷം 383 BC, അതും ബീഹാറിൽ വെച്ചിട്ട് ആരാണ് രാജാവ്, കൽ അശോകയാണ്, ശിശുനാഗ ഡൈനാസ്റ്റിയിൽ. അപ്പോൾ ഹര്യങ്ക ഡൈനാസ്റ്റി, ശിശുനാഗ ഡൈനാസ്റ്റിയൊക്കെ പ്രീ മൗര്യൻ ഡൈനാസ്റ്റിയാണ്, മൗര്യൻ എംപയർ വരുന്നതിന് മുമ്പുള്ള. മൂന്നാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ എവിടെയാണ്, പാട്ടലിപുത്ര. എന്താണ് പാട്ടലിപുത്ര, ഇന്നത്തെ പാട്നയാണ്, ബീഹാറിൻ്റെ ക്യാപിറ്റൽ ആയ പാട്നയാണ് എന്ത് പാട്ടലിപുത്ര. അവിടെ വെച്ചിട്ട് 255 BC, ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്, ആര് കണ്ടക്ട് ചെയ്യുന്നതാണ്, അശോകൻ കണ്ടക്ട് ചെയ്യുന്നതാണ് മൂന്നാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ. മൊത്തം നമുക്ക് 6 ബുദ്ധിസ്റ്റ് കൗൺസിലാണുള്ളത്. അതിൽ 4 എണ്ണമാണ് ഇമ്പോർട്ടൻറ്റ്, 3 എണ്ണം ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഒരെണ്ണം കൂടാണ്. 5, 6 എത്രയാണ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് അതിൽ നിന്നധികം ചോദ്യങ്ങളും വന്നിട്ടില്ല. ഈ 4 എണ്ണം എവിടെ വെച്ചാണ് നടന്നത്, ഏത് വർഷമാണ് നടന്നത്, ഏത് രാജാവാണ് അത് കണ്ടക്ട് ചെയ്തത്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്താണ് മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതാണ് 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ. ആദ്യത്തെ 3 എണ്ണം ബീഹാറിലായിരുന്നെങ്കിൽ 4ാമത്തെ എവിടെയാണ്, കാശ്മീരിൽ വെച്ചിട്ട് കുഷാന ഡൈനാസ്റ്റിയിലെ കനിഷ്കയാണ് കണ്ടക്ട് ചെയ്യുന്നത്. കനിഷ്ക ഏത് വർഷമാണ്, 72 AD കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിലിൻ്റെ മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ എന്താ, എവിടെ വെച്ചിട്ടാണ് ബുദ്ധിസം എന്താണ് 2 സെക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, ഒരു ഹീനയാന, മഹായാന. ഈ മഹായാന എന്നുള്ള വാക്കിനർത്ഥം എന്താണ്, ഗ്രേറ്റ് വെഹിക്കിൾ അല്ലെ ഗ്രേറ്റ് വീല്. ഹീനയാന പറഞ്ഞാൽ ലെസർ വെഹിക്കിൾ അല്ലെ ലെസർ വീൽ എന്നുള്ള അർത്ഥം. 5ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ 5ഉം 6ഉം ബർമയിൽ വെച്ചിട്ടാണ് നടന്നത്, വർഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് എന്താണ് കൂടുതൽ ഡീറ്റെയിൽസില്ല. അപ്പം ആദ്യത്തെ 3 എണ്ണവും എന്താണ്, 4ാമത്തേതും ആരാണ് കണ്ടക്ട് ചെയ്തത്, എവിടെ വെച്ചാണ് കണ്ടക്ട് ചെയ്തത്, പിന്നെന്താണ് ഏത് സമയത്താണ് കണ്ടക്ട് ചെയ്തത്, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി പറഞ്ഞ പോലെ എന്താണ് 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ ആയപ്പോഴത്തേന് ബുദ്ധിസം 2ആയിട്ട് സ്പ്ലിറ്റ് ആയെന്ന് പറയുന്നു. അപ്പോൾ ആ 2ആയിട്ടുള്ള സ്പ്ലിറ്റിൽ ആദ്യം വരുന്നത് ഹീനയാന സെക്റ്റാണ്. ഹീനയാന സെക്ട് എന്ന് പറയുമ്പോൾ ഇവർ ബുദ്ധനെ എന്താണ് ഒരു സാധാരണ ടീച്ചറിനെ പോലാണ് കണ്ടത്. അതായത് വിഗ്രഹ ആരാധനയൊന്നും ഇവർ വെച്ചിരുന്നില്ല. ഇവരെന്തിലാണ് ബിലീവ് ചെയ്തത്, ബിലീവ്ഡ് ഇൻ ദ ഒറിജിനൽ ടീച്ചിങ്സ് ഓഫ് ബുദ്ധൻ്റെ യഥാർത്ഥ ടീച്ചിങ്സിലാണ് എന്താണ് അവർ ബിലീവ് ചെയ്തിരുന്നത്. അവരെന്താണ് അവർക്ക് മോക്ഷം കിട്ടണമെങ്കിൽ അവരെന്താണ് മെഡിറ്റേഷൻ ഫോളോ ചെയ്യണം, സെൽഫായിട്ട് എന്താണ് കുറേ മെഡിറ്റേഷൻ മെത്തേഡ്സ് ഒക്കെ ഫോളോ ചെയ്യണം. ഒരിക്കലും മെയിൻ പോയിന്റ് വരുന്നത് ദ ഡിഡ് നോട്ട് ബിലീവ് ഇൻ ഐഡൽ വർഷിപ്പ്. വിഗ്രഹാരാധനയിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. കാരണം എന്താണ്, ഇവർ വിചാരിക്കുന്നത് ബുദ്ധൻ ഒരു മഹാനായ എന്താണ് ഒരു അധ്യാപകനാണ്, അദ്ദേഹം കുറേ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ അതാണ് ഫോളോ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു ദൈവമായിട്ട് കണക്കാക്കാത്തതുകൊണ്ട് തന്നെ അവരെന്താണ് ഐഡൽ വർഷിപ്സ് ഫോളോ ചെയ്തിട്ടില്ല.
അപ്പോൾ എന്താണ് കൂടുതലും ഇവരെന്താണ് ജൈനിസം പോലെ ഒരു ദൈവാരാധന ഏതിലില്ലായിരുന്നു, ഹീനയാന സെക്റ്റിൽ ഇല്ലായിരുന്നു. ഇവരുടെ കൺസെപ്റ്റിൽ നിർവാണ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും അവസാനം, ലാസ്റ്റ് എന്താണ് മരണം കഴിഞ്ഞ് എല്ലാത്തിൻ്റെയും അവസാനത്തെയാണ് ഇവരെന്താണ് നിർവാണ എന്ന് പറയുന്നത്. അപ്പോൾ ഹീനയാന ബുദ്ധിസത്തിൻ്റെ ഒരു പാർട്ടാണ് നമുക്ക് സ്ഥാവിരവാദ എന്ന് പറയുന്നത്, അല്ല തെരവാദ, പാലി ലാംഗ്വേജിൽ പറയുന്നത് തെർവാദ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് എൽഡേഴ്സ്. നമുക്ക് ഹീനയാന എന്നുള്ളത് എന്താണെന്ന് അറിഞ്ഞാൽ മതി. ഹീനയാന എന്താണ്, ഐഡൽ വർഷിപ്പ് ഇല്ല. അതിൽ മെയിനായിട്ട് എന്താണ് ബുദ്ധൻ്റെ ഒറിജിനൽ ടീച്ചിങ്സ് ആണുള്ളത്. രണ്ടാമത് വരുന്ന മഹായാനയിലെ ആൾക്കാർ ബുദ്ധനെ ഒരു ദൈവത്തെ പോലെ കണ്ടേ. അപ്പം നിങ്ങളൊരു ദൈവത്തെ പോലെ ഒരാളെ കാണുമ്പോൾ നിങ്ങൾ എന്താണ് അദ്ദേഹത്തിൻ്റെ വിഗ്രഹം വെച്ച് ആരാധിക്കും. അതുകൊണ്ട് മഹായാനയിൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഐഡൽ വർഷിപ്സ് ഉണ്ട്. അപ്പോൾ മഹായാനയിൽ എന്തുണ്ട്, ഐഡൽ വർഷിപ്പ് ഉണ്ട്. ഇറ്റ്സ് ഫോളോവേഴ്സ് ബിലീവ്ഡ് ഇൻ ദ ഹെവൻലിനെസ് ഓഫ് ബുദ്ധ. അതായത് ബുദ്ധനെ ഒരു ദൈവത്തെ പോലെ കണ്ട് ആരാധിച്ചിരുന്ന ആൾക്കാരാണ് ആര്, മഹായാന ബുദ്ധിസത്തിലെ ആൾക്കാർ. അവർ നിർവ്വാണം എങ്ങനെ കണ്ടത്, അവരെല്ലാത്തിൻ്റെയും അവസാനമെന്നല്ല, പക്ഷെ അവരുടെ മനസ്സിൽ നിർവ്വാണം എന്ന് പറയുന്നത് എല്ലാം ഒന്ന് ശാന്തമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അവരെന്തെന്ന് പറയുന്നത് സമാധാനവും ശാന്തമായിട്ടുള്ള അവസ്ഥയാണ് അവരുടെ കയ്യിൽ നിർവ്വാണ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് വജ്രയാനയാണ്. വജ്രയാന കുറച്ചുകൂടെ എന്താണ് ഈ ഒരു ബുദ്ധിസത്തെ എന്താണ് ഫിലോസഫിക്കലായിട്ടും മാജിക്കൽ പവറൊക്കെ വെച്ചിട്ട് ബുദ്ധിസം എന്താണ് ഡിഫൈൻ ചെയ്ത ആൾക്കാരാണ് ആര് വരുന്നത്, വജ്രയാന എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറാണ് വരുന്നത്. മെയിനായിട്ട് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിൽ 3 ബുക്കുകളാണ് നമുക്ക് വരുന്നത്. അതായത് ത്രിപിതക എന്ന് പറയും. ത്രിപിതക, ഈ പിതക എന്ന് വെച്ചാൽ ബാസ്ക്കറ്റ്സ് എന്നാണ് അർത്ഥം, ബാസ്ക്കറ്റ്സ്. അപ്പം 3 ബാസ്ക്കറ്റുകളാണ് നമുക്ക് വരുന്നത്, മെയിൻ 3 ബുക്കുകൾ. അപ്പോൾ ഇത് മെയിൻലി എന്താണ് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ എഴുതിയത് പാലി ലാംഗ്വേജിലാണ്. പാലി നമ്മൾ പറഞ്ഞു. ജെയിൻ ലിറ്ററേച്ചർ ഏതിലാണ്, പ്രാകൃതിലാണ്. അങ്ങനെയാണെങ്കിൽ ബുദ്ധിസ്റ്റ് വരുന്നത് പാലി. ഇതിൽ ആദ്യം വരുന്നത് വിനയ പിതാകയാണ്, അല്ലെങ്കിൽ എന്താണ് ബാസ്ക്കറ്റ് ഓഫ് ഡിസിപ്ലിൻ, വിനയ പിതാക. അപ്പോൾ നിങ്ങൾ ഈ 3 പിതാകയിലും എന്താണ് കണ്ടന്റ് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ 3 പിതാകയിലും കണ്ടന്റ് വരുന്നത് എന്താണ്, ആദ്യത്തെ വിനയ പിതാകയിൽ വരുന്നത് എന്താണ്, എങ്ങനെയാണ് ബുദ്ധിസ്റ്റ് മോങ്സ് ജീവിക്കേണ്ടത്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് എന്തിൽ വരുന്നത്, വിനയ പിതാകയിൽ വരുന്നത്. കണ്ടോ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി, വിനയത്തോടെ ഒരു സന്യാസിക്ക് ജീവിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഫോളോ ചെയ്യേണ്ടത്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് എന്തിലെ കണ്ടന്റ്, വിനയ പിതാകയിലെ കണ്ടന്റ്. ഇനി സൂത്ത പിതാക, സൂക്തങ്ങളാണ് എന്തിനെ പറ്റിയുള്ള, ബാസ്ക്കറ്റ് ഓഫ് ഡിസ്കോഴ്സസ്. ഡിസ്കോഴ്സസ് എന്ന് വെച്ചാൽ പ്രസംഗങ്ങൾ. അതായത് ഈ ബുദ്ധൻ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സെർമൺസും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും എല്ലാം കൂടെ അതിൻ്റെ അകത്തെ കണ്ടന്റ്, ആ ടീച്ചിങ്സ് ആണ് എന്ത് പറയുന്നത്, കോർ ടീച്ചിങ്സ് ഓഫ് ബുദ്ധിസം ആണ് എന്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, സൂത്ത പിതാകയിൽ കാണാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് വരുന്നത് എന്താണ്, അഭിധമ്മ പിതാകയാണ്. അഭിധമ്മ പിതാകയിൽ എന്താണ് ബാസ്ക്കറ്റ് ഓഫ് അൾട്ടിമേറ്റ് ഡോക്ട്രിൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കുറച്ചുകൂടെ എന്താണ് ഫിലോസഫിക്കലും സൈക്കോളജിക്കലും ആയിട്ട് ബുദ്ധിസത്തെ എന്താണ് ഒന്ന് ടീച്ച് ചെയ്യുന്നതാണ് എന്ത്. ഇതിൻ്റെ അകത്ത് ഇപ്പം മെറ്റാഫിസിക്സ് വരും, സൈക്കോളജിക്കൽ എലമെന്റ്സ് വരും. കുറച്ചുകൂടെ ഡീപ്പായിട്ട് എന്താണ് ബുദ്ധിസത്തിനെ ഒരു ഫിലോസഫി കൺസെപ്റ്റിലൂടെ നോക്കി കാണുന്നതാണ് ഇത് അഭിധാമ പിതാക എന്ന് പറയുന്നത്. അഭിധാമ പിതാകയിൽ ഇതെന്താണ് ഫിലോസഫിക്കലും സൈക്കോളജിക്കലും എന്താണ് ബുദ്ധിസ്റ്റ് ടീച്ചിങ്സിൻ്റെ ഫിലോസഫിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ആണ് എന്തിൽ കാണാൻ പറ്റുന്നത്, അഭിധാമ പിതാകയിൽ കാണാൻ പറ്റുന്നത്. നമ്മുടെ ലാസ്റ്റ് പോർഷൻ വരുന്നത് ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചറാണ്. അപ്പോൾ ബുദ്ധിസത്തിൻ്റെ ആർക്കിടെക്ചർ ബുദ്ധിസ്റ്റ് കാലഘട്ടത്തിൽ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് സ്തൂപ. അപ്പോൾ സ്തൂപ വരുന്നത് ബുദ്ധൻ്റെ മരണശേഷം അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് സൂക്ഷിക്കുന്നു, ആ സ്ഥലത്തിന് മണ്ടയ്ക്ക് എന്നാണ് പണിയുന്നതാണ് സ്തൂപാസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്തൂപാസ് പണിയുന്ന കാലഘട്ടം ഇത് ബുദ്ധിസ്റ്റ് കാലഘട്ടത്തിലുണ്ട്. നമുക്ക് മൗര്യൻ അഡ്മിനിസ്ട്രേഷനാണ് പഠിക്കാനുള്ളത്. അതുകൊണ്ട് മൗര്യൻ അഡ്മിനിസ്ട്രേഷനിലായിരിക്കും ഈ സ്തൂപാസിൻ്റെ എന്താണ് ആ ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഡെഫിനിഷൻസും എക്സ്പ്ലനേഷനും പോകുന്നത്. ഈ ഒരു PPT-യിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. മെയിനായിട്ട് എപ്പോഴും ചോദിക്കാനുള്ളതാണ് ചൈത്യം വിഹാര്. അപ്പോൾ ചൈത്യം എന്താണ്, ഈ ബുദ്ധിസ്റ്റുകാർ പ്രെയർ ചെയ്യുന്ന പ്രെയർ ഹോളിനെയാണ് നമ്മൾ എന്താണ് ചൈത്യാസ് എന്ന് പറയാറ്. ഇവർ താമസിച്ച ബുദ്ധിസ്റ്റ് മോങ്സ് താമസിക്കുന്ന സ്ഥലമാണ് എന്ത്, വിഹാരാസ്. കുറേ തവണ ചോദിച്ചിട്ടുള്ളതാണ് ചൈത്യാസ് എന്താണ്, വിഹാരാസ് എന്താണ്. സ്റ്റേറ്റ്മെൻറ്റ് തന്ന അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചൈത്യാസ് എന്ന് പറയുന്ന പ്രെയർ ഹോള്, വിഹാരാസ് എന്താണ് റെസിഡൻസ് ആണെന്നറിയാം. അപ്പോൾ ഇതാണ് എന്ത് ചൈത്യാസ് എന്ന് പറയുന്നത്, പ്രെയർ ഹോള് ചൈത്യാസ്. ഇനി അവർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ചെറിയ ചെറിയ ഗുഹകൾ പോലുള്ള വിഹാരാസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. സ്തൂപ നമ്മൾ ഡീൽ ചെയ്യുന്നത് മൗര്യൻ എംപയറിൻ്റെ ക്ലാസ്സിലായിരിക്കും. അതിൽ നമുക്ക് എന്താണ് കറക്റ്റായിട്ട് സാഞ്ചി സ്തൂപയുടെ എന്താണ് ഒരു ഡെഫിനിഷനും അത് വരുന്ന പാർട്സും ഒക്കെ ഡിസ്കസ് ചെയ്യേണ്ടതുകൊണ്ട് സ്തൂപ നമ്മൾ ഡീൽ ചെയ്യുന്നത് മൗര്യൻ്റെ ക്ലാസ്സിലായിരിക്കും.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്സ് ആയിട്ട് നിങ്ങൾ എന്താണ് ബുദ്ധിസം ജൈനിസത്തിലേക്ക് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് മൊത്തത്തിൽ പറയുവാണെങ്കിൽ രണ്ട് റിലീജിയനും എന്താണ് വേദിക് ഡൊമിനൻസ് അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ ഡൊമിനൻസിനെതിരെ വന്നാണ്. രണ്ടുപേരും പറയുന്നത് എന്താണ് നമുക്ക് എന്താണ് എല്ലാവർക്കും എന്താണ് വിഷമങ്ങളാണ്. രണ്ട് റിലീജിയനും പ്രൊപ്പോൺ ചെയ്യുന്ന ഒരേ ഒരു ഐഡിയ എന്താണ് എല്ലാ ആൾക്കാർക്കും വിഷമങ്ങളാണ്. ആ വിഷമങ്ങൾ മാറ്റാൻ എന്തൊക്കെ രീതികളാണ് ഫോളോ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അതിൽ ജൈനിസം പറയുന്ന രീതികൾ കുറച്ച് എക്സ്ട്രീമാണ്, ബുദ്ധിസം പറയുന്ന രീതി കുറച്ചുകൂടെ മോഡറേറ്റ് ആണ്. അതുകൊണ്ട് ഫോളോ ചെയ്യാൻ എളുപ്പം ഏതാണ് ബുദ്ധിസം പറയുന്ന രീതികളാണ്. അതിൻ്റെ ടീച്ചിങ്സ് മെയിനായിട്ട് വന്ന രണ്ട് ലീഡേഴ്സ് മഹാവീരന് ബുദ്ധന് അവർക്ക് മെയിനായിട്ട് ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ഏതൊക്കെ, എൻലൈറ്റ്മെൻറ്റ് കിട്ടിയത് എവിടെ വെച്ചാണ്, അവർ മരിക്കുന്നത് എവിടെയാണ്, അവരുടെ ജനനം എവിടെയാണ്, ഇങ്ങനെയുള്ള മെയിൻ 2-3 കാര്യങ്ങളും പിന്നെന്താണ് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്കുകൾ മെയിനായിട്ടുള്ള എന്താണ് ജെയിൻ ലിറ്ററേച്ചർ വരുന്ന ബുക്കുകൾ ഏതാ, അല്ലെ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ വരുന്ന ബുക്കുകൾ ഏതാ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ബേസിക്സ് ആയിട്ട് നിങ്ങൾക്ക് ജൈനിസം ബുദ്ധിസം എന്ന ടോപ്പിക്സിൽ അറിയാനുള്ളത്. അപ്പോൾ ഇതോടെ നമ്മൾ ഈ ഒരു ക്ലാസ് ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത സെഷൻ വരുന്ന എന്താണ് ജൈനിസം ബുദ്ധിസം കഴിഞ്ഞിട്ട് ഇനി എന്താണ് രാജാക്കന്മാരുടെ വരവാണ്, വലിയ വലിയ സാമ്രാജ്യങ്ങൾ വരവ്, എംപേഴ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം മെയിനായിട്ട് ഒരു എംപയർ, 2 എംപേഴ്സാണ് ഏൻഷ്യൻ ഇന്ത്യ വരുന്നത്, ഒന്ന് മൗര്യനും ഒന്ന് ഗുപ്തയും. അപ്പോൾ ഒരു എംപയർ പെട്ടെന്ന് ഒരു ദിവസം വരുന്നില്ല. അപ്പോൾ ആ എംപയറുടെ മുമ്പ് കുറച്ച് എംപേഴ്സാണ്, അതാണ് പ്രീ മൗര്യൻ ഡൈനാസ്റ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് എന്താണ് പ്രീ മൗര്യൻ ഡൈനാസ്റ്റീസ് ആയിരിക്കും. അപ്പോഴത്തേനും എന്താണ് ഈ ക്ലാസ് കൂടെ കണ്ട് നിങ്ങൾ കൺസെപ്റ്റൊക്കെ ക്ലിയർ ആക്കി വെക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നമുക്ക് ഇവിടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ബൈ.